പകൽ വാർത്ത ആരംഭിക്കുകയാണ്. നോക്കാം തലക്കെട്ടുകൾ. കേരളത്തെ ഭയപ്പെടുത്തിയ പെരുമഴയ്ക്ക് നേരിയ ശമനം. കെടുതികൾ അതിരൂക്ഷം. 9 മരണം, 8 പേരെ കാണാനില്ല. 27 വീടുകൾ തകർന്നു. വെള്ളമിറങ്ങിയ പാലായിലും റാന്നിയിലും ശുചീകരണം. സഹായം തേടി MLA-മാർ. എല്ലാവരും ഒന്നിച്ചിറങ്ങണമെന്ന് മുഖ്യമന്ത്രി. തിരുവനന്തപുരം, കൊല്ലം ജില്ലകളൊഴികെ ഓറഞ്ച് അലർട്ട്. മഴക്കാലത്ത് സ്ഥിരം അപകട മേഖലയായ തിരുവനന്തപുരം മുതലപ്പുഴയിൽ ഇക്കുറിയും കണ്ണീർ വീണു. ഇന്നലെ മറിഞ്ഞ വെള്ളത്തിലുണ്ടായിരുന്ന ഫ്രീമോന്റെ മൃതദേഹം കണ്ടെത്തി. ഒപ്പമുണ്ടായിരുന്ന ഷിജിനായ തെരച്ചിൽ. കോസ്റ്റ് ഗാർഡിന്റെ കപ്പലും രംഗത്ത്. കേരള തീരത്തെങ്ങും കടലാക്രമണം. പ്രളയ സാഹചര്യം ഉണ്ടായിട്ടില്ലെന്ന് റവന്യൂ മന്ത്രി AP അനിൽകുമാർ. പമ്പ 3 മണിക്കൂർ കൊണ്ട് കരകവിഞ്ഞു. പത്തനംതിട്ടയിൽ അപ്രതീക്ഷിത മഴയുണ്ടായെന്ന് മന്ത്രി. കോട്ടയത്ത് താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി. റോഡുകൾ വെള്ളത്തിൽ. ഉരുൾപൊട്ടിയ കിഴക്കൻ മേഖലകളിൽ വൻ നാശനഷ്ടം. മണിമലയാറ്റിലും മീനച്ചിലാറ്റിലും ജലനിരപ്പ് ഉയർന്നു തന്നെ. ആലപ്പുഴയിൽ പലയിടത്തും വെള്ളക്കെട്ട്. മധ്യകേരളത്തിൽ മഴ കുറഞ്ഞെങ്കിലും ദുരിതം തുടരുന്നു. എറണാകുളം ചെല്ലാനത്തും കണ്ണമാലിയിലും കടൽക്ഷോഭം. വീടുകളിൽ വെള്ളം കയറി. എല്ലാ കൊല്ലം ഇത് തന്നെ ഞങ്ങൾ അനുഭവിക്കൊണ്ടിരിക്കുന്നത്. ഒരു കൊല്ലം തന്നെയല്ലേ, എത്ര കൊല്ലമായി പറയണത്. ഞങ്ങൾക്ക് ഇതുവരെയായിട്ട് ആരും തിരിഞ്ഞു നോക്കാറും കൂടി ഇല്ല. ഉപ്പ് കയറി വശകേടായി. ഇപ്പം ഒരു കെട്ട് കെട്ടിയിട്ടാണ് ഇന്നലെ വെള്ളം കയറാണ്ട്. ഏറ്റം വരുമ്പോൾ വെള്ളം ശക്തിയായിട്ട് കയറുന്നുണ്ട്. എറണാകുളം KSRTC ബസ് സ്റ്റാൻഡിൽ ഇക്കുറി വെള്ളക്കെട്ടില്ല. മൂവാറ്റുപുഴയാറിൽ ജലനിരപ്പ് താഴ്ന്നു. ഇടുക്കിയിൽ മഴ തുടരുന്നത് ആശങ്ക. പെരിയാറിലും മുതിരപ്പുഴയാറിലും ശക്തമായ ഒഴുക്ക്. ചാലക്കുടിപ്പുഴയിൽ ജലനിരപ്പ് ഉയർന്നു. ഭാരതപ്പുഴ നിറഞ്ഞൊഴുകുന്നു. ഒറ്റപ്പാലം, മീറ്റ്ന, മാന്നന്നൂർ, ഷൊർണൂർ തടയണകൾ കവിഞ്ഞു. ജലനിരപ്പ് ഉയർന്നാൽ പട്ടാമ്പിപ്പാലം കവിയും. അട്ടപ്പാടി ഫോറസ്റ്റ് ഓഫീസിലെ ജീപ്പ് മരം വീണ് തകർന്നു. മലപ്പുറം മക്കരപ്പറമ്പിൽ കാർ വെള്ളത്തിലേക്ക് മറിഞ്ഞു. മലപ്പുറത്തിന്റെ കിഴക്കൻ മേഖലകളിൽ മഴ തുടരുന്നു. ചാലിയാർ ജലനിരപ്പ് കൂടുതൽ. വടക്കൻ കേരളത്തിലും സ്ഥിതി നിയന്ത്രണ വിധേയം. മഴ കുറഞ്ഞെങ്കിലും കോഴിക്കോട് നഗരത്തിലും വെള്ളക്കെട്ട്. വയനാട്ടിൽ മണ്ണിടിച്ചിൽ ഭീഷണിയുള്ള സ്ഥലങ്ങളിൽ ആളുകളെ മാറ്റിപ്പാർപ്പിച്ചു. കണ്ണൂരിൽ മഴയുടെ ശക്തിക്ക് കുറവ്. പാൽച്ചുരത്തിലൂടെ ഗതാഗതം പുനഃസ്ഥാപിച്ചു. ഒഴുക്കിൽപ്പെട്ട ഹനീഫയ്ക്കായി തെരച്ചിൽ തുടരുന്നു. പയ്യാവൂർ ഏറ്റുപാറ റോഡിൽ പാലം തകർന്നു. കനത്ത മഴ പെയ്തിട്ടും ഡാമുകളിൽ ആവശ്യത്തിന് വെള്ളമായില്ല. ഇടുക്കിയിൽ സംഭരണശേഷിയുടെ 37.48% മാത്രം. മുല്ലപ്പെരിയാർ 116.70 അടി. മലങ്കര, കല്ലാർകുട്ടി, പാമ്പള, കല്ലാർ ഡാമുകൾ തുറന്നു. ഡാമുകളോട് ചേർന്ന് ഉല്ലാസ കേന്ദ്രങ്ങളിലേക്ക് യാത്രാ നിരോധനം തുടരുന്നു. നാളെ മുതൽ മഴ കുറയും. 7-ാം തീയതി വീണ്ടും ശക്തമായ മഴയ്ക്ക് സാധ്യത. റെഡ് അലർട്ട് വൈകിയതിൽ മറുപടിയുമായി ദുരന്ത നിവാരണ അതോറിറ്റി മെമ്പർ സെക്രട്ടറി ശേഖർ കുര്യാക്കോസ്. മുന്നറിയിപ്പ് നൽകാൻ രാജ്യത്തുള്ളത് കേന്ദ്രീകൃതമായിട്ടുള്ള സംവിധാനം. ഏറ്റവും കൃത്യം ഉച്ചയ്ക്ക് 1 മണിയിലെ അലർട്ട്. കർണാടകയിലും കനത്ത മഴ. ശിവമോഗയിൽ മണ്ണിടിഞ്ഞ് കുഞ്ഞടക്കം 3 പേർ മരിച്ചു. ദുരന്തം പുലർച്ചെ 2:30 കുടകിലും മഴ ശക്തി പ്രാപിച്ചു. മുഖ്യമന്ത്രിയുടെ ഹെലികോപ്റ്റർ യാത്രാ വിവാദം തുടരുന്നു. തെറ്റില്ലെന്ന് മന്ത്രിമാർ. ഹെലികോപ്റ്റർ യാത്രയൊക്കെ സ്വാഭാവികമെന്ന് K മുരളീധരൻ. മുഖ്യമന്ത്രി മറുപടി പറയുമെന്ന് PC വിഷ്ണുനാഥ്. പരിഹസിച്ച് CPM. ഇന്നലെ പറഞ്ഞതെന്തെന്ന് ഓരോ തവണയും സ്വയം ആലോചിക്കണമെന്ന് P രാജീവ്. തൽക്കാലം യുദ്ധം നിർത്തുന്നുവെന്ന് ഡൊണാൾഡ് ട്രംപ്. പ്രതികരിക്കാതെ ഇറാൻ. ഹോർമുസ് വിട്ടുതരില്ല എന്ന ഉറച്ച നിലപാട് തുടരുന്നു.
പരസ്യമായി അമേരിക്ക യുദ്ധം പ്രഖ്യാപിച്ച് രഹസ്യമായി ചർച്ചയ്ക്ക് വിളിക്കുന്നുവെന്ന് ഇറാന്റെ മറുപടി. യുദ്ധം നിർത്തുന്നുവെന്ന ട്രംപിന്റെ പ്രഖ്യാപനം കടുത്ത യുദ്ധം വരുന്നുവെന്ന ഭീഷണി സന്ദേശത്തിന് തൊട്ടുപിന്നാലെ. കാവേരി തർക്കത്തിൽ നിലപാട് തീരുമാനിക്കാൻ കർണാടകത്തിൽ ഉച്ചകഴിഞ്ഞ് സർവകക്ഷി യോഗം. കാവേരി തടത്തിലെ ഹാരംഗി കബനി ഡാമുകൾ നിറഞ്ഞു. സർവകക്ഷി യോഗം വേണമെന്ന ആവശ്യത്തിൽ തീരുമാനമെടുക്കാതെ വിജയ് സർക്കാർ. തമിഴ്നാട് സുപ്രീം കോടതിയെ സമീപിച്ചേക്കും. മഴ കുറഞ്ഞു, മഴക്കെടുതി രൂക്ഷം. സംസ്ഥാനത്ത് മഴക്കെടുതിയിൽ ആകെ മരണം 9. 8 പേരെ കാണാനില്ല. 13 പേർ പരിക്കേറ്റ് ചികിത്സയിലാണ്. 27 വീടുകൾ പൂർണ്ണമായും 196 വീടുകൾ ഭാഗികമായും തകർന്നു. 209 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 5792 പേരെ മാറ്റിപ്പാർപ്പിച്ചു. പത്തനംതിട്ട, കോട്ടയം ജില്ലകളിലാണ് കൂടുതൽ ക്യാമ്പുകൾ. ഇന്നലത്തെ അപേക്ഷിച്ച് മഴ കുറഞ്ഞു എന്നത് ആശ്വാസകരമാണ്. വെള്ളം കയറിയ സ്ഥലങ്ങളിലെ ശുചീകരണ പ്രവർത്തനങ്ങളിൽ പലയിടത്തും പരാതിയുണ്ട്. രാഷ്ട്രീയ പ്രവർത്തകരും സന്നദ്ധ സംഘടനകളും ശുചീകരണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകണമെന്ന് സർക്കാർ അഭ്യർത്ഥിച്ചു. തിരുവനന്തപുരം മുതലപ്പുഴയിൽ വള്ളം മറിഞ്ഞ് കാണാതായ ഷിജിന് വേണ്ടിയുള്ള തെരച്ചിൽ തുടരുകയാണ്. കാണാതായവരിൽ അഞ്ചുതെങ്ങ് സ്വദേശിയായ ഫ്രീമോന്റെ മൃതദേഹം കണ്ണാന്തുറയിൽ നിന്ന് രാവിലെ കണ്ടെടുത്തു. കോസ്റ്റ് ഗാർഡും കോസ്റ്റൽ പോലീസും ചേർന്ന് 3 ബോട്ടുകളിലാണ് തെരച്ചിൽ തുടരുന്നത്. തെരച്ചിലിന് കൂടുതൽ സംവിധാനങ്ങൾ ഒരുക്കണമെന്ന ആവശ്യം പ്രദേശവാസികൾ ശക്തമാക്കിയിട്ടുണ്ട്. ഡാൻ കുര്യന്റെ റിപ്പോർട്ട്. ശക്തമായ കടലാക്രമണത്തിനിടെ വള്ളം മറിഞ്ഞ് 2 പേരെ കാണാതായ മുതലപ്പുഴയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. മുതലപ്പുഴയിൽ അപകടമുണ്ടാകുന്നതും ആളുകളെ കാണാതാകുന്നതും ആദ്യമായല്ല. കഴിഞ്ഞ 1-2 വർഷത്തിനിടെ ഇവിടെ 60-ലധികം ആളുകളെ സമാനമായ തരത്തിൽ അപകടത്തിൽപ്പെട്ട് കാണാതാകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഡ്രഡ്ജിങ് കൃത്യമായി കഴിഞ്ഞ 1 വർഷത്തിലധികമായി വേണ്ടതുപോലെ നടക്കുന്നില്ല എന്നതാണ് ഈ മുതലപ്പുഴയിലെ ഈ പുലിമുട്ടുകൾ അവസാനമായി ഇട്ടിരിക്കുന്ന അറ്റം മുതൽ മുതലപ്പുഴി പാലം വഴിയുള്ള ഏതാണ്ടൊരു 500 മീറ്റർ ചുറ്റളവിനുള്ളിൽ ഇത്തരത്തിൽ അപകടങ്ങൾ തുടർച്ചയാകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഈ കൃത്യമായൊരു മുന്നറിയിപ്പ് ലഭിക്കാതെയാണ്, അതായത് മത്സ്യത്തൊഴിലാളികൾ മത്സ്യബന്ധനത്തിന് കടലിലേക്ക് പോകുന്ന വഴി അവർക്ക് ഫോൺ മുഖേന കൊല്ലം ദിശയിൽ നിന്ന് ചിലർ കൈമാറിയ വിവരമനുസരിച്ചാണ് കടലാക്രമണം ശക്തമാണ്, വലിയ കാറ്റ് വരുന്നുണ്ട്, മടങ്ങിപ്പോകണമെന്ന നിർദ്ദേശം ലഭിക്കുകയും അങ്ങനെ അവർ തിരികെ ഈ മുതലപ്പുഴയിൽ കരയിലേക്ക് വരാൻ ശ്രമിക്കുകയും ചെയ്തത്. അതിനിടയിലാണ് ഈ പുലിമുട്ടുകൾ ഉള്ള ഭാഗത്ത് വെച്ച് വലിയ തിരമാലകൾ അടിക്കുന്നു. അവിടെ നിന്ന് വള്ളം ചെരിയുന്നു. അതിൽ നിന്ന് വള്ളത്തിലുണ്ടായിരുന്ന 4 പേർ തെറിച്ച് വെള്ളത്തിൽ വീഴുന്നു. അതിൽ 2 പേർ ഉടൻ തന്നെ രക്ഷപ്പെട്ട് കയറുന്നു. ഇതിൽ ഒരാൾക്ക് അതായത് വേണ്ടത്ര രീതിയിൽ നീന്തൽ പരിശീലനം ലഭിച്ചിട്ടില്ലായിരുന്നു. ഇയാൾ വെള്ളത്തിൽ മുങ്ങുന്നത് കണ്ട് രക്ഷപ്പെടുത്താനായി ഇറങ്ങിയതാണ് സുഹൃത്തായ ഫ്രീമോൻ. അങ്ങനെ ഫ്രീമോൻ ഈ ഷിജിനെയും രക്ഷപ്പെടുത്തിക്കൊണ്ട്, 5 തെങ്ങ് സ്വദേശിയായ ഷിജിനെയും രക്ഷപ്പെടുത്തി കല്ലിൽ പിടിച്ച് മുകളിലേക്ക് കയറുന്നതിനിടയിലാണ് വീണ്ടും അതിശക്തമായ തിരമാലകൾ അടിക്കുകയും അങ്ങനെ 2 പേരും വെള്ളത്തിൽ വീണു പോവുകയും പിന്നീട് അവരെ കാണാതാകുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇത് ഒരു അപകടത്തുരുത്താണ് എന്ന കാര്യം കൃത്യമായി എല്ലാ ഉദ്യോഗസ്ഥ സംവിധാനങ്ങൾക്കും അറിയാവുന്നതാണ്. ഒരുപാട് തവണ അത് വാർത്തകളിൽ നിറഞ്ഞതാണ്. മുതലപ്പുഴ നിവാസികളുടെ, മത്സ്യത്തൊഴിലാളികളുടെ കണ്ണീര് അത് കേരളത്തിന് മുമ്പിൽ തീരെ നോവായി മാറുന്ന പല സംഭവങ്ങൾ ഇതിനു മുമ്പ് നമ്മൾ കണ്ടതാണ്. പക്ഷേ ഇപ്പോഴും ഇവിടെ ഒരു രക്ഷാദൗത്യത്തിന് വേണ്ട ആവശ്യമായ സൗകര്യങ്ങൾ അല്ലെങ്കിൽ കോസ്റ്റ് ഗാർഡിൻ്റെയോ അല്ലെങ്കിൽ ഈ കോസ്റ്റൽ പോലീസിൻ്റെയോ ഒന്നും തുടർച്ചയായ സ്ഥിരം നിരീക്ഷണ സംവിധാനങ്ങൾ ഇവിടെ ഇല്ല എന്നത് വലിയൊരു പരിമിതിയായി മാറുകയാണ്. എന്തെങ്കിലും ഒരു അപകടമുണ്ടായാൽ വിഴിഞ്ഞത്ത് നിന്ന് കോസ്റ്റൽ പോലീസിൻ്റെയോ കോസ്റ്റ് ഗാർഡിൻ്റെയോ ഒക്കെ ഉദ്യോഗസ്ഥർ ഇവിടേക്ക് എത്തുമ്പോൾ അപകടത്തിൽപ്പെട്ടവർക്ക് ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കുമെന്ന കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് ഇവിടെ ഒരു സ്ഥിരം സംവിധാനമാണ് ആവശ്യമെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. ഇപ്പോഴുണ്ടായിരിക്കുന്ന അപകടം
അതിൽ 2 പേർ കാണാതായ സംഭവം അതൊക്കെ മുതലപ്പുഴയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന അവസാനത്തെ അപകടമായി മാറട്ടെ എന്ന് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. കാരണം ഇതിനു മുമ്പ് ഓരോ തവണ മുതലപ്പുഴയിൽ അപകടങ്ങൾ ഉണ്ടാകുമ്പോഴും അവിടുത്തെ ഡ്രഡ്ജിംഗ് നടപടികൾ കൃത്യമായി നടക്കാത്തതിലെ അപാകതകൾ, അതോടൊപ്പം അശാസ്ത്രീയമായ പുലിമുട്ട് നിർമ്മാണം, അതൊക്കെ എങ്ങനെയാണ് മനുഷ്യജീവനുകൾ നിസ്സാരമായി ഇല്ലാതാകുന്നതെന്ന് ഓരോ തവണയും തുടർച്ചയായി മഴക്കാലത്ത് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് വീണ്ടും സമാനമായൊരു അപകടം കഴിഞ്ഞ ദിവസം വീണ്ടും മുതലപ്പുഴയിൽ ഉണ്ടായിരിക്കുന്നത്. എന്തായാലും അധികാരികൾക്ക് മുമ്പിൽ ഇത് കൃത്യമായൊരു ശ്രദ്ധ ക്ഷണിക്കൽ തന്നെയാണ്. മുതലപ്പുഴയിലെ കണ്ണീർ ഇനിയും മത്സ്യത്തൊഴിലാളികളുടെ കണ്ണീർ ഇനിയും കണ്ടില്ലെന്ന് നടിച്ചാൽ അത് വലിയ ജനകീയ പ്രതിഷേധങ്ങൾക്ക് വഴിവെക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറും. അത്തരത്തിലുള്ള പ്രതികരണങ്ങളുമായാണ് ഈ അപകടമുണ്ടായ സമയം മുതൽ തന്നെ മത്സ്യത്തൊഴിലാളികൾ രംഗത്തെത്തുകയും ചെയ്യുന്നത്. ക്യാമറമാൻ ബിബിൻ മുരളിക്കൊപ്പം ഡാൻ കുര്യൻ, ന്യൂസ് 18. 2018 പ്രളയത്തിന്റെ സാഹചര്യം നിലവിൽ ഉണ്ടായിട്ടില്ലെന്ന മന്ത്രി AP അനിൽകുമാർ. പത്തനംതിട്ടയിൽ ഉണ്ടായ മഴ ഊഹിക്കാൻ പോലും കഴിയാത്ത രീതിയിലായിരുന്നു. 3 മണിക്കൂർ കൊണ്ട് പമ്പ കരകവിഞ്ഞു. പറയത്തക്ക അനിഷ്ട സംഭവങ്ങൾ ഒരു ജില്ലയിൽ നിന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. മഴക്കെടുതിയുമായി ബന്ധപ്പെട്ട് മരണം സംഭവിച്ചവരുടെ കുടുംബത്തിന് ധനസഹായം നൽകുമെന്നും മന്ത്രി പറഞ്ഞു. പത്തനംതിട്ടയിൽ ഉണ്ടായിട്ടുള്ള മഴ എന്ന് പറയുന്നത് നമുക്ക് അത് ഊഹിക്കാൻ പോലും കഴിയാത്ത രീതിയിലാണ്. കാരണം 350 മുകളിൽ പോയി, 350 mm മുകളിൽ പോകാന്ന് പറഞ്ഞാൽ അതിശക്തമായ മഴയാണ്. അതുവരെ ഏതാണ്ട് താഴെ പമ്പയാറിൻ്റെ ഒക്കെ ജലനിരപ്പ് എന്ന് പറയുന്നത് വളരെ താഴെയായിരുന്നു. 2.5-3 മണിക്കൂർ നേരത്തെ മഴ കൊണ്ട് പമ്പയൊക്കെ കരകവിഞ്ഞ് ഒഴുകുന്ന രീതിയിലുള്ള മഴവെള്ളം വന്നു എന്ന് പറയുമ്പോൾ ആ മഴയുടെ തീവ്രത എത്രമാത്രമുണ്ട് എന്നുള്ള ആലോചിച്ചാൽ ബോധ്യമാകും. കനത്ത മഴയ്ക്ക് അയവ് വന്നിട്ടുണ്ടെങ്കിലും കോട്ടയം ജില്ലയിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് തുടരുകയാണ്. പാല ഉൾപ്പെടെയുള്ള മേഖലകളിൽ നിന്ന് വെള്ളം ഒഴിഞ്ഞു പോകാൻ തുടങ്ങിയെങ്കിലും താഴ്ന്ന പ്രദേശങ്ങളിൽ ദുരിതം തുടരുകയാണ്. അതേസമയം പെട്ടെന്നുണ്ടായ ഉരുൾപൊട്ടലിൽ വലിയ നാശനഷ്ടമാണ് കിഴക്കൻ മേഖലയിൽ ഉണ്ടായിരിക്കുന്നത്. മണിമലയാറ്റിലും മീനച്ചിലാറ്റിലും ജാഗ്രതാ നിർദ്ദേശം തുടരുന്നുണ്ട്. ശ്രീജിത്ത് ചേരുന്നു. ശ്രീജിത്ത്, എന്താണ് നിലവിലത്തെ സാഹചര്യം? പ്രധാനപ്പെട്ട ഇടങ്ങളിൽ നിന്നൊക്കെ വെള്ളം താഴ്ന്നുവെങ്കിൽ പോലും ഈ താഴ്ന്ന പ്രദേശങ്ങളിലെ പ്രശ്നം അതെങ്ങനെ പരിഹരിക്കുന്നു, എങ്ങനെ നേരിടുന്നു അതിനെ? എൽദോ, ഈ പതിവായി ആദ്യ ദിവസങ്ങളിൽ, വെള്ളപ്പൊക്കത്തിന്റെ ആദ്യ ദിവസങ്ങളിൽ കിഴക്കൻ മേഖലയിലാണ് ദുരിതം വിതയ്ക്കുന്നതെങ്കിൽ തൊട്ടടുത്ത ദിവസങ്ങളിൽ കോട്ടയത്തിന്റെ പടിഞ്ഞാറൻ മേഖലകളിലേക്ക് ആ ദുരിതം തുടരും. കിഴക്കൻ മേഖലകളിൽ നിന്ന് ഒരുപക്ഷെ ഉരുൾപൊട്ടൽ പോലുള്ള വലിയ ദുരന്തമുണ്ടാകുമ്പോൾ അതിൻ്റെ ആഘാതം വലിയ തോതിൽ ഉണ്ടാകുന്നു. പക്ഷെ പടിഞ്ഞാറൻ മേഖലയുടെ ദുരിതം മറ്റൊരു തരത്തിലാണ്. ദിവസങ്ങളോളം നീളുന്ന വെള്ളക്കെട്ടാണ് പടിഞ്ഞാറൻ മേഖലയിൽ ഉണ്ടാകുന്നത്. കോട്ടയത്തിന്റെ ഈ നഗരത്തിന് പടിഞ്ഞാറുള്ള അയ്മനം, തിരുവാർപ്പ, കുമരകം ഉൾപ്പെടെയുള്ള മേഖലകളിൽ, ആർപ്പൂക്കര ഉൾപ്പെടെയുള്ള മേഖലകളിലെ താഴ്ന്ന പ്രദേശങ്ങളിലാണ് ഈ വെള്ളക്കെട്ട് ദുരിതമായി തുടരുന്നത്. ഇന്നലെ രാത്രി തന്നെ ഇല്ലിക്കൽ കവലയിൽ ഉൾപ്പെടെ, അതായത് കോട്ടയം കുമരകം റോഡിലെ ഇല്ലിക്കൽ കവലയിൽ ഉൾപ്പെടെ വെള്ളം കയറിയിരുന്നു. പക്ഷേ പിന്നെയും മഴ പെയ്യാത്തതോടെ ഒരല്പം ദുരിതത്തിന് ശമനം വരികയും വെള്ളം പതുക്കെ ഇറങ്ങാൻ തുടങ്ങുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ മേഖലകളിലൊക്കെ ഒരല്പം പതുക്കെ മാത്രമേ വെള്ളം ഇറങ്ങുകയുള്ളൂ. പാലാ നഗരമാണ് ഇന്നലെ വെള്ളം വല്ലാതെ കയറിയ മറ്റൊരു സ്ഥലം. അവിടെ നിന്നും വെള്ളം ഇറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ അത്രയും താഴ്ന്ന പ്രദേശങ്ങളിൽ നിന്ന് പൂർണ്ണമായും ഒഴിഞ്ഞു മാറിയിട്ടില്ല. പക്ഷേ നഗരങ്ങളിൽ വലിയ ദുരിതമാണ് ഉണ്ടായത്. പ്രത്യേകിച്ച് അർദ്ധരാത്രിയൊക്കെയാണ്, യാതൊരു മുന്നറിയിപ്പോ യാതൊന്നും അറിയാതെ പെട്ടെന്ന് ഉരുൾപൊട്ടിയെത്തിയ വെള്ളമാണ്. അതുകൊണ്ട് തന്നെ കടകളിലേക്കൊക്കെ കാര്യമായി വെള്ളം ഇരച്ചു കയറുന്നു. അങ്ങനെ പാലാ നഗരത്തിലെ ഏതാണ്ട് മിക്കവാറും നല്ലൊരു ശതമാനം വ്യാപാര സ്ഥാപനങ്ങളിലേക്കും വെള്ളം കയറിയത് വലിയ ദുരിതമായി ഇവിടെയുള്ള വ്യാപാരികൾക്ക് വലിയ നഷ്ടം വിതയ്ക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. ഈരാറ്റുപേട്ട നഗരത്തിലും സമാനമായ സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത്. ഇതുവരെ കയറാത്ത പലയിടത്തും ഈ ഉരുൾപൊട്ടിയെത്തിയ വെള്ളം കയറുന്നു. ഒപ്പം തന്നെ ഈരാറ്റുപേട്ട വാഗമൺ റോഡിൽ ഇന്നും വലിയ കല്ലുകൾ കിടക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. പക്ഷേ പകൽ ഗതാഗതം അതുവഴി പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. വലിയ കല്ലുകൾ നീക്കം ചെയ്യുന്നതിനുള്ള നടപടികൾ തുടരുകയാണ്. പൂഞ്ഞാർ തെക്കേക്കരയിൽ 2 പേർ ഇന്നലെ ഉരുൾപൊട്ടലിൽ മരിച്ച അമ്മയുടെയും മകൻ്റെയും പൊതുദർശനം ഇന്ന് രാവിലെ തുടങ്ങി. 3 മണിയോടുകൂടി പൂഞ്ഞാർ തെക്കേക്കര അവിടെ പള്ളിയിലാണ് സംസ്കാര ചടങ്ങുകൾ ഉള്ളത്. എന്തായാലും വലിയ ദുരിതമായി പെട്ടെന്നൊരു രാത്രി കൊണ്ടാണ് പെയ്തെത്തിയതെങ്കിലും വലിയ ദുരിതം അവശേഷിപ്പിക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്.
നിലവിൽ എന്തായാലും ഇന്ന് പകൽ കാര്യമായി ഇന്നലെ അർദ്ധരാത്രി മുതൽ തന്നെ മഴയില്ലായിരുന്നു. പക്ഷേ ഏതാണ്ട് 11:30യോടുകൂടി ഈരാറ്റുപേട്ടയിൽ ശക്തമായൊരു മഴ പെയ്തു. അതിനപ്പുറം കിഴക്കൻ മേഖലകളിലും ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഇങ്ങനെ ശക്തമായ മഴ പെയ്തു. പക്ഷേ പൂർണ്ണമായും മഴയുടെ ഒരു അന്തരീക്ഷം എന്ന് പറയാൻ കഴിയില്ല. തുടർച്ചയായ മഴകൾ അല്ല പലയിടത്തും ഉള്ളത്. കോട്ടയം നഗരം ഉൾപ്പെടെയുള്ള മേഖലകളിൽ രാവിലെ മുതൽ തന്നെ മഴ ഇല്ല. അപൂർവമായി ചാറ്റൽ മഴ ചിലയിടങ്ങളിൽ പെയ്തു എന്നുള്ളതിനപ്പുറത്തേക്ക് വെയിൽ തെളിഞ്ഞു നിൽക്കുന്ന അവസ്ഥയാണുള്ളത്. എന്തായാലും ഈ വെയിൽ തുടർന്നാൽ ഒരുപക്ഷെ ഈ ദുരിതം ഒഴിഞ്ഞു പോയേക്കാം. ഇനിയും മഴ തുടരുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയാൽ അത് ജനജീവിതമാകെ താറുമാറാക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തും. ജി ശ്രീജിത്ത് കോട്ടയത്ത്. എറണാകുളം ജില്ലയിലും കിഴക്കൻ മേഖലയിലും മഴയ്ക്ക് ശമനമാണ്. ജില്ലയിൽ 6 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 160 പേരെ മാറ്റിപ്പാർപ്പിച്ചു. മൂവാറ്റുപുഴയാറും തൊടുപുഴയാറും കോതയാറും കാളിയാറും പൂയംകുട്ടിപ്പുഴയും കോതമംഗലം പുഴയും കരകവിഞ്ഞു. കോതമംഗലം മണികണ്ഠൻ ചാൽ ചപ്പാത്തും കുടമുണ്ട പാലവും മണിക്കിണർ പാലവും വെള്ളത്തിൽ മുങ്ങി. പെരിയാറിലെ ജലനിരപ്പ് 3 അടിയോളം ഉയർന്നു. ആലുവ മണപ്പുറവും ശിവക്ഷേത്രവും വെള്ളത്തിൽ മുങ്ങിയിരിക്കുകയാണ്. ചെല്ലാനം കണ്ണമാലി തീരപ്രദേശത്ത് വീടുകളിൽ വെള്ളം കയറി. ശക്തമായി ഒന്ന് മഴ പെയ്താൽ കണ്ണമാലി പ്രദേശത്തുള്ളവരുടെ നെഞ്ചിൽ തീയാണ്. കാരണം വീടുകളിൽ വെള്ളം കയറും, എങ്ങോട്ട് പോകണമെന്ന് അറിയാത്ത ഒരവസ്ഥയിലാണ്. പലതവണ ഇവരുടെ ദുരിതം പൊതുസമൂഹത്തിന് മുന്നിൽ കൊണ്ടുവന്നതാണ്, അധികൃതർക്ക് മുന്നിൽ കൊണ്ടുവന്നതാണ്. ടെട്രാപോഡ് നിർമ്മാണമൊക്കെ പകുതി വഴിയിൽ കിടക്കുകയാണ്. ഇപ്പോഴത് പൂർത്തിയാകും, അല്ലെങ്കിൽ അടുത്ത മഴയ്ക്ക് മുൻപ് അത് പൂർത്തിയാകും. ഇനിയെങ്കിലും സ്വന്തം വീട്ടിൽ സുരക്ഷിതമായി കിടന്നുറങ്ങാമെന്ന ഇവരുടെ ഓരോ പ്രതീക്ഷയും നശിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം അതിലൊരു നടപടിയും ഉണ്ടായില്ല. ഇന്നലെയും പതിവ് പോലെ തന്നെ വീടുകളിൽ വെള്ളം കയറി. വേലിയേറ്റ സമയത്ത് വീടുകൾ വെള്ളം കയറി. ഇവർക്കിവിടെ നിൽക്കാൻ പോലും കഴിയാത്തൊരവസ്ഥയിലേക്കാണ്. ഇതിപ്പോൾ നമ്മൾ കാണുന്നുണ്ട്. ആ വേലിയേറ്റത്തിന് ശേഷം, ഈ വെള്ളം ഇറങ്ങിയതിന് ശേഷമുള്ള വീടിൻ്റെ ഉള്ളിലെയും മുൻപിലെയും ഒക്കെ കാഴ്ചകളാണ്. ഇന്ന് നമ്മൾ വരുമ്പോഴൊക്കെ ഇവർ വീട് വൃത്തിയാക്കുകയാണ്. വീണ്ടും ഇവിടെ താമസിച്ചല്ലേ പറ്റൂ, മറ്റെങ്ങോട്ടേക്ക് പോകാനെന്ന ഒരു ചോദ്യമാണ് ഇപ്പോഴും ഇവരുടെ ബാക്കിയായിട്ട് നിൽക്കുന്നത്. ചേട്ടാ, ഇത്തവണയും വെള്ളം കയറി വലിയ ബുദ്ധിമുട്ടാണ് അല്ലേ? അതെ, ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടാണ്. പ്രതീക്ഷിക്കാത്ത ഒരു കയറ്റമാണ് കയറിയത്. അപ്പം ഞങ്ങൾ ഉടനടി പുലിമുട്ടും ടെട്രാപോഡും വരുമെന്നാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ അത് പിന്നെയും കാലതാമസം ഉണ്ടെന്നാണ് പറയുന്നത്. ഇപ്പോൾ ഇതും കൂടി ആയപ്പോഴേക്കും അവർ പെട്ടെന്ന് തന്നെ ചെയ്യുമെന്നുള്ളൊരു പ്രതീക്ഷ ഞങ്ങൾക്കുണ്ട്. ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് ആ പ്രതീക്ഷയും പോയി. കാരണം ഇപ്പോൾ ഇന്നലത്തോടുകൂടി അവസ്ഥ കണ്ടല്ലോ. ഇപ്പോൾ കംപ്ലീറ്റ് ഈ 2 വീടും വെള്ളം കയറി. അപ്പുറത്തെ വീട് കംപ്ലീറ്റ് വെള്ളം കയറി. ഇവിടെ നിന്ന് വെള്ളം പോകാനായിട്ട് വേറെ വഴിയില്ല. അവിടേക്കെല്ലാം മതിൽ കെട്ടി വെച്ചേക്കണേണ്. പിന്നെ ഇവിടെ നിന്ന് പതുക്കെ അങ്ങനെ ഒഴുകി അങ്ങോട്ട് പോകണം വെള്ളം. അപ്പോഴേക്കും നമ്മുടെ ഈ ഭിത്തിയൊക്കെ എല്ലാം പോകും. വീട്ടിൽ വെള്ളം കയറി കഴിഞ്ഞിട്ടാണ് പിന്നെ അത് പതുക്കെ നിൽക്കുന്നത്. ഇതിൻ്റെ ഫോഴ്സ് കുറയുന്നില്ലേ കടലിൻ്റെ? ഒന്ന് അടിച്ചേക്കുമ്പോൾ അടുത്ത പുറകിന് തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് വെള്ളം പോകാനുള്ളൊരു ഗ്യാപ്പില്ല. അതുകൊണ്ടാണ് ഈ പെരക്കകത്തൊക്കെ വെള്ളം കയറുന്നത്. ആ ബേക്കിലുള്ള വീട് കംപ്ലീറ്റ് വെള്ളം കയറിയിരിക്കണേണ്. 1, 2 അല്ല, 3, 4 വീട് കംപ്ലീറ്റ് വെള്ളം. ഒന്നാമത്തെ കാര്യം മതിൽ കെട്ടിക്കണതിൻ്റെ ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ഏറ്റവും കൂടുതൽ അനുഭവിക്കണത് ഞങ്ങൾ തന്നെയാണ് ഇവിടെ. ഫസ്റ്റ് കിടക്കണത് ഞങ്ങളാണ് ഇവിടെ. അത് ഈ ഭിത്തി മാറിക്കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളുടെ കാര്യം പോക്കാണ്. കടലിൽ നമുക്ക് ദൃശ്യങ്ങൾ കാണാം. കടലിന് തൊട്ട് ചേർന്ന് തന്നെയാണ് ഇവരുടെ വീട് സ്ഥിതി ചെയ്യുന്നത്. ഈ താൽക്കാലികമായിട്ടുള്ള ഈ ചാക്കിൽ മണ്ണ് നിറച്ച് വെച്ചിരിക്കുന്ന ഈ ഒരു ചാക്കുകെട്ടുകൾ അതൊന്ന് മാറ്റിക്കഴിഞ്ഞാൽ നേരെ വെള്ളം വീടിൻ്റെ ഉള്ളിലേക്ക് കയറും. നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്നും അത് കൃത്യമായി വ്യക്തമാണെങ്കിൽ പോലും ആ ബാഗുകളെല്ലാം തന്നെ നശിച്ചു അല്ലേ? ശക്തമായിട്ട് കാറ്റടിച്ചും മഴ പെയ്തും കടലെല്ലാം നശിച്ചു. ഇനി എത്രയും വേഗം ഞങ്ങൾക്ക് ടെട്രാപോഡും പുലിമുട്ടും തന്നാലേ ഞങ്ങൾക്ക് ഇവിടെ പിടിച്ച് നിൽക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല. ഞങ്ങളുടെ വീടുമ്പോൾ ഞങ്ങൾക്ക് ഇനി അങ്ങോട്ട് പോകണമെന്നാണ്. ഞങ്ങളുടെ ഉള്ള പണിയെടുത്തുള്ള കാശ് വെച്ചാൽ ഞങ്ങളിത് ചെയ്തേക്കണം. ഇനി ഞങ്ങൾക്ക് കഷ്ടപ്പെട്ട് ഏത് കാലത്തൊരു നല്ലൊരു വീട് വെക്കാനാണ്. എത്രയോ വർഷങ്ങൾ കഷ്ടപ്പെട്ടിട്ട് ഞങ്ങൾ ഇങ്ങനെ ഒരു വീട് വെച്ചത്. ഞങ്ങളുടെ മക്കളെ പഠിപ്പിക്കണ്ടേ? അപ്പം ഇതിന് നല്ലൊരു പരിഹാരം ആക്കി തന്നെയാണ് ഞങ്ങൾ പറയണത്. ഇതിപ്പോൾ ഇന്നലെ എപ്പോഴാണ് വെള്ളം കയറിയത്? ഇന്നലെ ഒരു 11:30 കൂടി കയറിയിട്ട് രാത്രി ഒരു 8 മണി വരെ കയറ്റം തന്നെ ഇരുന്നു. അതുവരെ ഞങ്ങൾ ക്ലീൻ ചെയ്തിട്ടാണ് നിന്നയിച്ചത്. ഇത് ഇവിടെ ഇങ്ങനെയൊക്കെ കെട്ടി വെച്ചിരിക്കുന്നത് കൊണ്ട് വെള്ളം ഇറങ്ങി പോകാനും ഒക്കെ വലിയ ബുദ്ധിമുട്ടാണ്. കഴിഞ്ഞ പ്രാവശ്യം മൊത്തം ഇങ്ങനെ ഒഴുകി കയറിയായിരുന്നു. അപ്പോൾ ഈ പ്രാവശ്യം ഞങ്ങളുടെ കയ്യിൽ നിന്ന് കാശ് മുടക്കിയാണ് ഞങ്ങളത് കെട്ടിയത്. എന്നിട്ട് പോലും ഞങ്ങൾക്ക് പിടിച്ചിരിക്കാൻ പറ്റണില്ല. ഞങ്ങൾ പണിയെടുക്കണത് മുഴുവനും ഞങ്ങൾ ഈ കടലിനെ തടയാൻ വേണ്ടിയാണ് ഞങ്ങൾ ചിലവഴിക്കണത്. ഞങ്ങൾക്ക് ഒരു സമ്പാദ്യമായിട്ട് ഞങ്ങൾക്ക് വെക്കാനൊന്നും പറ്റണില്ല. അപ്പോൾ എത്രയും വേഗം ഞങ്ങൾക്കൊരു ടെട്രാപോഡും പുലിമുട്ടും ഇവിടെ തന്നുമെന്നാണ് ഞങ്ങളുടെ.
അതുതന്നെയാണ് ഏറ്റവും വലിയ സങ്കടത്തോടുകൂടി തന്നെയാണ് ആ ചേച്ചി പറയുന്നത്. അവരുടെ വിഷമം നമുക്കെല്ലാം ഊഹിക്കാവുന്നതേ ഉള്ളൂ. കാരണം ഒരു കുടുംബത്തിൻ്റെ അല്ലെങ്കിൽ ഓരോ മനുഷ്യൻ്റെയും സ്വപ്നമാണ് ഒരു നല്ല വീട്, അവിടെ സുരക്ഷിതമായി കിടന്നുറങ്ങാൻ കഴിയണമെന്നുള്ളൊരൊക്കെ ആഗ്രഹം. അങ്ങനെ അവരുടെ സമ്പാദ്യം മുഴുവനും വെച്ച് ഉണ്ടാക്കിയ വീടാണ്. പക്ഷെ ആ വീട്ടിൽ ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ സ്വസ്ഥമായി കിടന്നുറങ്ങാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ്. അതിൽ നിന്ന് എത്രയും വേഗം ഒരു പരിഹാരം ഉണ്ടാകണമെന്നാണ് അവരും അപേക്ഷിക്കുന്നത് അധികാരികളോട്. ഇതിൽ ദൃശ്യങ്ങൾ തന്നെ കാണാം. ഇവിടെ മണ്ണ് നിറച്ച ബാഗുകളെല്ലാം തന്നെ നശിച്ചു പോയിരിക്കുകയാണ്. അതിങ്ങനെ താഴേക്ക് വീണ് ഇതിൻ്റെ മുകളിൽ കൂടിയാണ് കടൽക്ഷോഭം ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ കടൽ വേലിയേറ്റ സമയത്ത് വെള്ളം ഇവരുടെ വീട്ടിലെ ഉള്ളിലേക്കൊക്കെ കയറുന്നത്. വലിയ ബുദ്ധിമുട്ട് തന്നെയാണ് ഇവർ അനുഭവിക്കുന്നത്. എന്തായാലും കണ്ണമാലി നിവാസികളുടെ ആവശ്യം എത്രയും വേഗം അധികൃതർ കാണുമെന്നുള്ളൊരു പ്രതീക്ഷയിൽ തന്നെയാണ് അവർ ഇപ്പോഴും ഇരിക്കുന്നത്. എന്തായാലും എറണാകുളം ജില്ലയിൽ ഇന്നിപ്പോൾ മഴ മാറിയിരിക്കുന്ന സാഹചര്യമാണ്. ആലുവയുടെ തീരപ്രദേശങ്ങളിലുള്ളവർക്കൊക്കെ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആലുവ മണപ്പുറത്ത് വെള്ളം കയറിയിരിക്കുന്ന സാഹചര്യമാണ്. മലയോര മേഖലയിലുള്ളവർക്കും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കാരണം എന്തെങ്കിലും അപകടകരമായിട്ടുള്ള കാര്യങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ എത്രയും വേഗം അവിടെ നിന്ന് മാറണമെന്നാണ് ജില്ലാ ഭരണകൂടം നിർദ്ദേശം നൽകുന്നത്. എന്തായാലും ഇത് ഒഴിവാക്കി കഴിഞ്ഞാൽ കണ്ണമാലിയിലെ ദുരിതം അതിങ്ങനെ തുടരുകയാണ്. അത് ആ ഒരു സാഹചര്യം മാറ്റി നിർത്തിയാൽ ജില്ലയിൽ മറ്റിടങ്ങളിലെല്ലാം ശാന്തമായിട്ടുള്ളൊരു പ്രതീതിയാണ്. അത് വലിയ ആശ്വാസകരമായിട്ടുള്ളൊരു കാര്യം കൂടി തന്നെയാണ്. ഏറെക്കാലത്തിനു ശേഷം ഇക്കുറി മഴക്കാലത്ത് എറണാകുളം KSRTC സ്റ്റാൻഡിൽ വെള്ളം കയറിയില്ല. ഡ്രെയിനേജ് നിർമ്മിച്ചതും ബസ് ബേ ഉയർത്തിക്കെട്ടിയതും കെട്ടിടം നവീകരിച്ചതുമാണ് യാത്രക്കാർക്ക് ആശ്വാസമായത്. മഴ കുറഞ്ഞെങ്കിലും എറണാകുളം ജില്ലയുടെ പല ഭാഗങ്ങളിലും കെടുതികൾ തുടരുന്നുണ്ട്. നദികളിൽ ജലനിരപ്പ് അതേപടി തുടരുകയാണ്. നവമി ദിനേശ് വിവരങ്ങൾ നൽകും. നവമി, ഇപ്പോൾ എറണാകുളത്തിൻ്റെ അതിർത്തി പ്രദേശങ്ങൾ, ഇപ്പോൾ മൂവാറ്റുപുഴ, അവിടെ മൂവാറ്റുപുഴയാറുണ്ട്, കാളിയാറുണ്ട്, ഇനി അല്ലെങ്കിൽ കളമശ്ശേരിയിൽ താഴ്ന്ന പ്രദേശങ്ങളിൽ പതിവായി വീട്ടുകാർക്ക് പ്രശ്നം സൃഷ്ടിക്കാറുണ്ട് മഴ തുടരെ പെയ്താൽ. ഇവിടെയൊക്കെ സാഹചര്യം എങ്ങനെയാണ്? എന്തായാലും ജില്ലയിൽ മൊത്തത്തിൽ മലയോര മേഖലയിൽ അടക്കം വലിയ ആശ്വാസകരമായിട്ടുള്ള വാർത്തകളാണ് വരുന്നത്. കാരണം ഇന്ന് രാവിലെ മുതൽ തന്നെ വെയിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വീടുകളിൽ നിന്നുമൊക്കെ വെള്ളം ഇറങ്ങി പോകുന്നതിനും വീടുകാർക്ക് അത് വൃത്തിയാക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു സമയം ലഭിച്ചിട്ടുണ്ട്. എന്തായാലും നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എറണാകുളം ജില്ലയെ സംബന്ധിച്ച്. ഇന്ന് ഓറഞ്ച് അലേർട്ടാണ് ജില്ലയിലുള്ളത്. എന്തായാലും രാവിലെയൊക്കെ ചെറിയ രീതിയിലുള്ളൊരു മഴ പെയ്തു എന്ന് ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നീട് ശക്തമായ വെയിൽ തന്നെയാണ് അനുഭവപ്പെടുന്നത്. മലയോര മേഖലയിലുള്ളവർക്കൊക്കെ ജാഗ്രതാ നിർദ്ദേശം ഇപ്പോഴും തുടരുന്നുണ്ട്. പെരിയാറിന്റെ തീരത്ത് ഇരു കരകളിലും താമസിക്കുന്നവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇന്നലെയൊക്കെ ആലുവ ശിവക്ഷേത്രത്തിൽ വെള്ളത്തിൽ മുങ്ങിയിരുന്നു. പക്ഷേ രാവിലെയോടുകൂടി വെള്ളം ഇറങ്ങുന്ന സാഹചര്യമായിരുന്നു. കണ്ണമാലിയിലുമൊക്കെ സമാനമായ രീതിയിൽ തന്നെയാണ് വേലിയിറക്കം തന്നെയാണ് ഇപ്പോൾ അനുഭവിക്കുന്നത്. അതുകൊണ്ട് വീടുകളിൽ വെള്ളം കയറുന്നില്ല എന്നുള്ളത് അവരെ താമസിക്കുന്നവരെ സംബന്ധിച്ച് വലിയ ആശ്വാസകരമായിട്ടുള്ള കാര്യമാണ്. ഒപ്പം ഈ മൂവാറ്റുപുഴ മലയോര മേഖലകളിൽ മൂവാറ്റുപുഴ കോതമംഗലം ഭാഗത്തൊക്കെ ഇന്നലെ രാത്രിയുമൊക്കെ വീടുകളിൽ വെള്ളം കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. വലിയ ബുദ്ധിമുട്ടായിരുന്നു. ഈ ദുരിതാശ്വാസ ക്യാമ്പ് ഏകദേശം 170 പേരോളം ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അവരൊക്കെ തിരിച്ച് അവരവരുടെ വീടുകളിലേക്ക് മടങ്ങുന്ന സാഹചര്യമാണ്. എന്തായാലും മഴ മാറി നിൽക്കുന്നത് കൊണ്ട് തന്നെ അവരുടെ വീടുകൾ വൃത്തിയാക്കുന്നതിന് വേണ്ടിയിട്ട് മറ്റുമായിട്ട് അവർ വീട്ടിലേക്ക് പോകുന്നുണ്ട്. എന്തായാലും മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ ഇതുവരെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളത് വലിയ ആശ്വാസകരമായിട്ടുള്ള കാര്യമാണ്. എങ്കിൽ പോലും വരും ദിവസങ്ങൾ ശക്തമായിട്ടുള്ള മഴയുണ്ടാകുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അതുകൊണ്ട് മത്സ്യബന്ധനത്തിന് അടക്കം വിലക്കുണ്ട്. ഉൾക്കടലിലേക്ക് പോകരുതെന്നൊരു കർശന നിർദ്ദേശമുണ്ട്. തീരദേശത്ത് താമസിക്കുന്നവർ മലയോര മേഖലയിലേക്കുള്ള രാത്രി യാത്ര ഇതെല്ലാം ഒഴിവാക്കണം. ഒപ്പം പെരിയാറിലടക്കമുള്ള നദികളിൽ വെള്ളം ക്രമാതീതമായി ഉയരുന്നുണ്ട്. അതിപ്പോൾ നിയന്ത്രണ വിധേയമാണ്. എങ്കിൽ പോലും ഏതെങ്കിലും തരത്തിലുള്ള വെള്ളക്കെട്ട് കൂടുകയോ അല്ലെങ്കിൽ നദികളിൽ വെള്ളമൊഴുക്ക് ഉയർന്നു കഴിഞ്ഞാലും കർശനമായിട്ടുള്ള നിർദ്ദേശം തന്നിട്ടുണ്ട് ജില്ലാ ഭരണകൂടം. പുഴകളിലേക്ക് ഇറങ്ങരുത്, പുഴയുടെ സമീപത്ത് താമസിക്കുന്നവർ എപ്പോഴും ജാഗ്രതയോടുകൂടി തന്നെ നിൽക്കണം എന്നൊരു മുന്നറിയിപ്പാണ് നൽകുന്നത്. എന്തായാലും എറണാകുളം ജില്ലയിൽ മഴയ്ക്ക് നല്ല കുറവുണ്ട്. ഇപ്പോൾ നല്ല വെയിൽ തന്നെയാണെന്ന് പറയാം. അത് തന്നെയാണ് ഏറ്റവും കൂടുതൽ ആശ്വാസകരമായിട്ടുള്ള കാര്യവും. എൽദോ റൈറ്റ്. നവമി ദിനേശ് കൊച്ചിയിൽ നിന്ന്. ഇടുക്കി ജില്ലയിൽ ശക്തി കുറഞ്ഞ മഴ തുടർച്ചയായി പെയ്യുകയാണ്. പെരിയാർ, ചിന്നാർ, മുതിരപ്പുഴയാർ ഉൾപ്പെടെയുള്ള നദികളിൽ നീരൊഴുക്ക് ശക്തിപ്പെട്ടു. വൈദ്യുതി തടസ്സം ഭാഗികമായി പുനഃസ്ഥാപിച്ചു. ജില്ലയിൽ 8 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു. 28 കുട്ടികൾ ഉൾപ്പെടെ ആകെ 132 പേർ ക്യാമ്പുകളിലുണ്ട്. പ്രിൻസ് ജെയിംസ് വിവരങ്ങൾ നൽകും. പ്രിൻസ്, എന്താണ് ഇടുക്കിയിലെ സാഹചര്യം?
എഴുതോ കഴിഞ്ഞ ദിവസത്തെ അപേക്ഷിച്ച് ഇടുക്കിയിൽ വലിയ ആശ്വാസമുണ്ടെന്ന് തന്നെ പറയാം. കഴിഞ്ഞ ദിവസത്തെ സമാനമായ രീതിയിലല്ല ഇപ്പോൾ മഴ പെയ്യുന്നത്. ഇടയ്ക്കിടെ മഴ ശക്തി പ്രാപിക്കുന്നുണ്ടെങ്കിൽ പോലും അതിശക്തമായ ഒരു മഴ നിലവിലില്ല. എങ്കിലും പൂർണ്ണമായും മഴ മാറി നിൽക്കുന്ന ഒരു സാഹചര്യം ഇല്ല. പ്രത്യേകിച്ചും ഹൈറേഞ്ച് മേഖലകളിലൊക്കെ ഇപ്പോഴും മഴ തുടരുന്നുണ്ട്. എന്നാൽ അതിശക്തമല്ല. കഴിഞ്ഞ ദിവസത്തെ അപേക്ഷിച്ച് ആശ്വാസകരമാണ്. മറ്റ് മേഖലകളിലൊന്നും ഇതുവരെയും വലിയ അനിഷ്ട സംഭവങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നതും ആശ്വാസകരമാണ്. ഒപ്പം നമുക്ക് ഡാമുകളുടെ ഒരു സാഹചര്യം ചോദിച്ചാൽ ഇടുക്കിയിലെ ജലനിരപ്പ് 2340 അടി പിന്നിട്ട് സാഹചര്യമുണ്ട്. എന്നാൽ കഴിഞ്ഞ വർഷത്തെ ഈ സമയത്തെ അപേക്ഷിച്ച് 36 അടിയിലധികം വെള്ളം ഇപ്പോഴും അണക്കെട്ടിൽ ഇടുക്കിയിൽ കുറവാണ്. അതോടൊപ്പം മുല്ലപ്പെരിയാറിലെ ജലനിരപ്പ് 116 അടിയിലേക്ക് ഉയർന്നിട്ടുണ്ട്. എങ്കിലും നിലവിൽ ഈ ഇടുക്കിയിലും മുല്ലപ്പെരിയാറിലുമൊന്നും ആശങ്കാജനകമായ സാഹചര്യമില്ല. ഈ അണക്കെട്ടുകളിലേക്കൊക്കെ നീര് കൂടിയിട്ടുണ്ടെങ്കിൽ പോലും പരമാവധി സംഭരണശേഷിയിൽ നിന്നും വളരെ കുറവാണ് ഇപ്പോഴും പ്രധാന അണക്കെട്ടുകളിൽ. അതേസമയം ചെറുകിട അണക്കെട്ടുകളിൽ നിന്ന് വെള്ളം പുറത്തേക്ക് ഒഴുക്കുന്നുണ്ട്. പ്രത്യേകിച്ചും മലങ്കര ഡാമിന്റെ 4 ഷട്ടറുകൾ ഉയർത്തിയ വെള്ളം പുറത്തേക്ക് ഒഴുക്കുന്നുണ്ട്. അതോടൊപ്പം പാമ്പള, കല്ലാർകുട്ടി ഡാമുകളുടെ നിന്നും വെള്ളം പുറത്തേക്ക് ഒഴുക്കുന്നുണ്ട്. ഇടുക്കിയുടെ ഡൈവേർഷൻ ഡാമായ കല്ലാർ ഡാമിന്റെ ഷട്ടറുകൾ ഉയർത്തി ഇന്നലെ വെള്ളം പുറത്തേക്ക് ഒഴുകിയിരുന്നു. അതോടൊപ്പം തന്നെ ഇരട്ടയാർ ഡാമിലെയും പരമാവധി സംഭരണ ശേഷിയിലേക്ക് അടുക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. നിലവിൽ ചെറുകിട ഡാമുകളിലെ ജലനിരപ്പ് ഉയർന്നുണ്ടെങ്കിലും പ്രധാന അണക്കെട്ടുകൾ ഇടുക്കിയും മുല്ലപ്പെരിയാർ പോലുള്ള അണക്കെട്ടുകളിൽ ജലനിരപ്പ് ആശങ്കജനമായ ഒരു സാഹചര്യമില്ല. ഒപ്പം ദുരിതാശ്വാസ ക്യാമ്പുകൾ ജില്ലയിൽ 8 ക്യാമ്പുകളാണ് ഉള്ളത്. ആകെ 132 ആളുകൾ ക്യാമ്പുകളിലുണ്ട്. ഒപ്പം ആവശ്യമെങ്കിൽ കൂടുതൽ ക്യാമ്പുകൾ തുറക്കേണ്ട ഒരു സാഹചര്യം ഒക്കെ ഉള്ള സാഹചര്യത്തിൽ ആവശ്യമെങ്കിൽ കൂടുതൽ ക്യാമ്പുകൾ തുറക്കുമെന്നും ജില്ലാ ഭരണകൂടം വ്യക്തമാക്കിയിട്ടുണ്ട്. അതോടൊപ്പം ജില്ലയിലെ വിനോദസഞ്ചാരത്തിനുള്ള വിലക്ക് തുടരുകയാണ്. ഈ അറിയിപ്പ് ഉണ്ടാകുന്നത് വരെ വിനോദസഞ്ചാരി വാഹനങ്ങൾ ഇവിടേക്ക് പ്രവേശിക്കരുതെന്നുള്ള ഒരു നിർദ്ദേശം കഴിഞ്ഞ ദിവസം തന്നെ ജില്ലാ ഭരണകൂടം പുറപ്പെടുവിച്ചിരുന്നു. പ്രത്യേകിച്ചും രാത്രികാല യാത്രയൊക്കെ വലിയ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്ന സാഹചര്യമുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ പ്രധാന പാതകളായ മുണ്ടക്കയം, കുട്ടിക്കാനം പാതയും വാഗമൺ ഈരാറ്റുപേട്ട പാതയിലുമൊക്കെ വലിയ തോതിലുള്ള മണ്ണിടിച്ചിലുണ്ടായി അത്തരത്തിൽ ഗതാഗതം തടസ്സപ്പെടുകയും ചെയ്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഒപ്പം അടിമാലിക്ക് സമീപം ദേശീയപാതയിലും ഒക്കെ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായ സാഹചര്യത്തിൽ പാതയിലുള്ള രാത്രികാല യാത്രയ്ക്കുള്ള നിരോധനമൊക്കെ തുടരുന്നൊരവസ്ഥ അല്ലെങ്കിൽ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശവും ജില്ലാ ഭരണകൂടം നൽകുന്നുണ്ട്. ഒപ്പം ഇടമലക്കുടി പോലെയുള്ള ഉൾപ്രദേശങ്ങൾ, അതായത് ഇടമലക്കുടി ഗ്രാമപഞ്ചായത്തിലെ 3 ആദിവാസി മേഖലകൾ പൂർണ്ണമായും ഒറ്റപ്പെട്ട ഒരു സാഹചര്യമുണ്ടെന്ന് അവിടുന്ന് ആളുകൾ നമ്മളെ അറിയിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ഇടമലക്കുടിക്ക് കൂടുതലായി വലിയ പ്രദേശങ്ങളിലേക്കൊന്നും യാത്ര ചെയ്യാനുള്ള സാഹചര്യങ്ങൾ ഇപ്പോഴും ഇല്ല. ആ ഇടമലക്കുടിയിലെ 3 വാർഡുകളിലുള്ള ആളുകൾക്ക് മറുകര കടക്കാനുള്ള ഏകാശ്രയ എന്ന പ്രദേശം മുഴുവനായും അവിടെ ഒരു മണലിയാർ പുഴ കരകവിഞ്ഞതോടെ നഷ്ടമായിരിക്കുന്ന സാഹചര്യമുണ്ട്. ഇവർ തമിഴ്നാട് മേഖലയിലേക്ക് എത്തിയായിരുന്നു ആവശ്യ സാധനങ്ങൾ വാങ്ങിയിരുന്നത്. ആ ഒരു സാഹചര്യം പോലും നിലവിൽ ഇല്ലാത്തൊരവസ്ഥയിലേക്ക് എന്നാണ് ഇടമലക്കുടിയിൽ നിന്നുള്ള ആളുകൾ അറിയിക്കുന്നത്. അപ്പം അവിടെ സോളാറിൽ നിന്നുള്ള വൈദ്യുതി മാത്രമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ അവർ അനുഭവിക്കുന്ന കുറെ ബുദ്ധിമുട്ടുകൾ ഉണ്ട്. വരും ദിവസങ്ങളിലൊക്കെ ഇപ്പോൾ ആവശ്യത്തിന് ഭക്ഷ്യവസ്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ പോലും തമിഴ്നാട്ടിലെ വാൽപ്പാറയിലേക്ക് പോകുന്ന ഒരു സാഹചര്യം നിലവിൽ ഇല്ലാത്തതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ മഴ ഇതുപോലെ തുടർന്നു കഴിഞ്ഞാൽ, പുഴ കരകവിയുന്ന ഒരു സാഹചര്യം തുടർന്നു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടിലേക്ക് ഇടമലക്കുടി നിവാസികൾ മാറുന്നൊരവസ്ഥ ഉണ്ടാകും. എന്തായാലും നിലവിൽ മഴയ്ക്ക് നേരിയ ശമനമുണ്ട്. എന്നാലും വരും മണിക്കൂറുകളിലും അടുത്ത ദിവസങ്ങളിലുമൊക്കെ മഴ ശക്തമാകുമെന്ന് തന്നെയാണ് കരുതുന്നത്. പ്രിൻസ് ജെയിംസ്. പത്തനംതിട്ടയിൽ മഴയ്ക്ക് നേരിയ ശമനം. എന്നാൽ ആറന്മുള, നെല്ലാട് ഇപ്പോഴും വെള്ളം ഇറങ്ങിയിട്ടില്ല. ഒറ്റപ്പെട്ട നിലയിലാണ് പ്രദേശം. എന്നാൽ റാന്നിയിലും ആറന്മുളയിലും വീടുകളിലും കടകളിലും കയറിയ വെള്ളം ഇറങ്ങിത്തുടങ്ങി. ശുചീകരണ പ്രവർത്തനങ്ങൾ തുടരുകയാണ്. പമ്പാ നദിയിലും അച്ചൻകോവിൽ നദിയിലും ജലനിരപ്പ് കുറഞ്ഞത് ആശ്വാസമാണ്. വെള്ളം എങ്ങനെയുണ്ട് അവിടെ? കടകളിൽ നിന്ന് ഭാഗത്തുനിന്ന് ഏത് ഭാഗത്താണെന്ന് പറഞ്ഞത്? അവിടുന്ന് ഞങ്ങളുടെ കടയ്ക്കകത്ത് വെള്ളമുണ്ട്. ഇപ്പോഴും ഉണ്ട്. വെള്ളമുണ്ട്. കള്ളയും വെള്ളവും കൂടെ ഇങ്ങനെ കിടക്കും. അതുകൊണ്ട് ഞങ്ങൾ ഇന്നലെ തൊട്ട് പട്ടിണിയാണ്. അവിടെ ഇന്നലെ തൊട്ട് ഞങ്ങൾ വിശന്നിരിക്കുവാണ്. അതുകൊണ്ട് ഞാൻ രാവിലെ വെള്ളത്തിൽ കുടിച്ച് പോകുന്നു. വെള്ളം ശക്കല ഇറങ്ങിയിട്ടുണ്ട്. ഒരു അരയടി താന്ന് കാണും. രാത്രി 2 മണിക്ക് വന്ന് നോക്കിയ കണ്ടീഷൻ ഇപ്പോഴും കിടപ്പുണ്ട്. വണ്ടിയൊന്നും പോകാൻ പറ്റത്തില്ല. അരയ്ക്ക് മേളിൽ വെള്ളമുണ്ട് സത്യത്തിനോട്. ബാക്കിയുള്ള ഭാഗത്തുള്ള കുളനട ഭാഗത്തെ പറ്റി കൂടുതൽ അറിയത്തില്ല. എന്നാലും കൊണ്ട് വെള്ളമുണ്ട്. അങ്ങോട്ടുണ്ട്. ചടങ്ങുകൾക്കൊന്നും പോകാൻ പറ്റത്തില്ല. ജലനിരപ്പ് താഴ്ന്നെങ്കിലും ജാഗ്രത തുടരണമെന്നാണ് ജില്ലാ ഭരണകൂടത്തിന്റെ നിർദ്ദേശം. ആറന്മുളയ്ക്ക് കൂടുതൽ ശ്രദ്ധ കൊടുക്കുമെന്ന് മന്ത്രി PC വിഷ്ണുനാഥ് പറഞ്ഞു. വിവരങ്ങളുമായി ശശി നാരായണൻ. ശശി, ഈ റാന്നി ആറന്മുള മേഖലയാണ് ഈ കഴിഞ്ഞ ദിവസം
ഏറ്റവും കൂടുതൽ വെള്ളക്കെട്ട് അനുഭവപ്പെട്ടത്, ബുദ്ധിമുട്ട് നേരിട്ടത്. എന്താണ് ഇതിനൊരു പരിഹാരമായി കണക്കാക്കുന്നത്? കഴിഞ്ഞ ദിവസം ഉണ്ടായ ശക്തമായ അതിതീവ്ര മഴയിൽ റാന്നിയും അതുപോലെ തന്നെ ആറന്മുളയുമാണ് ഏറ്റവും കൂടുതൽ ദുരിതങ്ങൾ ഉണ്ടായത്. ആ പ്രദേശത്ത് ഏറ്റവും കൂടുതൽ വെള്ളപ്പൊക്ക ഭീതി ഉണ്ടായിരുന്നു. അതുപോലെ സമാനമായി 2018 പ്രളയത്തിന് സമാനമായി റാന്നി പൂർണ്ണമായും മുങ്ങുന്ന സ്ഥിതിയിലേക്ക് എത്തി. എന്തായാലും റാന്നിയിൽ പമ്പയാറ്റ് ജലനിരപ്പ് വെള്ളം കൂടിയതോടെയാണ് റാന്നിയിൽ ഇത്തരത്തിൽ വെള്ളപ്പൊക്കം ഉണ്ടായത്. പക്ഷേ റാന്നിയിൽ വെള്ളം പൂർണ്ണമായി നീക്കം ചെയ്തിട്ടുണ്ട്. എന്തായാലും അത് ഈ നദിയിലെ ജലനിരപ്പ്, പമ്പയാറ്റിലെ ജലനിരപ്പ് കുറഞ്ഞതോടെ തന്നെ റാന്നിയിലെ വെള്ളം പൂർണ്ണമായി ഒഴുകി മാറിയിട്ടുണ്ട്. പക്ഷേ അതേസമയം റാന്നിയിലുള്ള ദുരിതങ്ങൾ ഒഴിയുന്നില്ല. റാന്നിയിൽ നിന്ന് ശുചീകരണ പ്രവർത്തനം നടത്തുന്നുണ്ട്. കാരണം വ്യാപാരികളടക്കമുള്ള ആളുകൾക്ക് ഒട്ടനവധി പേർക്ക് നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്, സാമ്പത്തിക നഷ്ടം ഉണ്ടായിട്ടുണ്ട്, അങ്ങനെ ദുരിതങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ക്യാമ്പുകളിലേക്ക് ആളുകൾ, വീടുകളിൽ താമസിക്കുന്ന ആളുകൾ ക്യാമ്പുകളിലേക്ക് മാറി താമസിക്കുന്ന സാഹചര്യം കൂടി റാന്നിയിലുണ്ടായിരുന്നു. പക്ഷേ ആശ്വാസം ഇപ്പം നിലവിലുണ്ട്. അതിന് പ്രധാന കാരണം രാവിലെ മുതൽ ഇന്നലെ രാത്രിയും ഇന്നും മഴ പെയ്യാതിരിക്കുന്നതാണ് വളരെ ആശ്വാസകരമായ കാര്യം. മലയോര മേഖലകളിലും മഴ ഇപ്പോൾ പെയ്യുന്നില്ല. അത്തരം ഒരു സാഹചര്യം ഉള്ളതുകൊണ്ടാണ് റാന്നിയിൽ നിന്നും ഇത്തരത്തിൽ ഒരു ആശ്വാസ വാക്ക് നമുക്ക് ലഭിക്കുന്നത്, അല്ലെങ്കിൽ അവിടെ നൽകാൻ കഴിയുന്നത്. അതിലുപരി ആറന്മുളയെ സംബന്ധിച്ച് പറയാൻ ഏറെ ദുരിതം അനുഭവിക്കുന്ന ഒരു പ്രദേശമായി ആറന്മുള മാറുന്നു. കാരണം റാന്നിയിലെ വെള്ളം ഒഴുകി ചെല്ലുന്ന ആറന്മുളയാണ്, താഴ്ന്ന പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ ആറന്മുളയിലെ മല്ലപ്പുഴശ്ശേരി, തോട്ടപ്പുഴശ്ശേരി, അതുപോലെ തന്നെ നെല്ലാട് തുടങ്ങിയ മേഖലകളിലൊക്കെ എഴിക്കാട് കോളനി അടക്കമുള്ള പ്രദേശങ്ങളിൽ ഈ വെള്ളക്കെട്ട്, വലിയ രീതിയിലുള്ള വെള്ളക്കെട്ട് അനുഭവപ്പെടുന്നു. കാരണം അവിടെ പ്രദേശങ്ങളിലെ വീടുകളിലേക്ക് എത്താൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് റോഡുകൾ മുങ്ങിയ അവസ്ഥയാണ്. നാളെയോ ഇന്നും മഴ പെയ്യാതിരുന്നാൽ, ഇന്നും നാളെയും മഴ പെയ്തായിരുന്നെങ്കിൽ മാത്രമേ ഈ വെള്ളം ഒഴുകി മാറാൻ സാധ്യതയുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ വെള്ളക്കെട്ട് ഒഴുകി മാറുന്ന വെള്ളം നിരന്ന് കിടക്കുന്ന വെള്ളക്കെട്ട് കാരണം ആ വീടുകളിലേക്ക് എത്താനോ തിരിച്ചു വരാനോ കഴിയാത്ത അവസ്ഥയിൽ ആറന്മുളയിലെ നിവാസികൾ, അവിടുത്തെ പ്രദേശവാസികൾ വളരെ ദുരിതം അനുഭവിക്കുന്നുണ്ട്. കാരണം ഈ റാന്നിയിലെ വെള്ളം പൂർണ്ണമായി ഒഴുകി ആറന്മുളയിലാണ് എത്തുന്നത്. ആറന്മുള എത്തിയതുകൊണ്ടാണ് ഇത്തരം പ്രതിസന്ധിയുള്ളത്. അതുകൊണ്ട് തന്നെ റാന്നിയിലെ MLA അബിൻ ബർക്കി സർക്കാരിനോട് കൂടുതൽ സഹായങ്ങൾ, അതായത് ഈ റവന്യൂ വകുപ്പിന്റെ അടക്കമുള്ള സഹായങ്ങൾ കൂടുതൽ വേണമെന്ന് കൂടി ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഏകദേശം 1600ഓളം പേരാണ് ഇപ്പോൾ വിവിധ ക്യാമ്പുകൾ, അതായത് 25-26 ക്യാമ്പുകളോളം ഇപ്പോൾ റാന്നിയിൽ തുറന്നിട്ടുണ്ട്. അത് ആറന്മുളയിൽ തുറന്നിട്ടുണ്ട്. മല്ലപ്പള്ളിയിലും അതുപോലെ തന്നെ ആറന്മുളയിലും തിരുവല്ലയിലും ഒക്കെയാണ് ക്യാമ്പുകൾ ഉള്ളത്. ആ ക്യാമ്പുകളിലേക്ക് ഈ വീടുകളിൽ ഈ ഒറ്റപ്പെട്ടു പോയ ആളുകളെ ഇന്നലെ തന്നെ കൃത്യമായി എത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനിയും വീടുകളിൽ നിന്നും ആളുകൾ ഇത് ഒരുപക്ഷെ ഇന്ന് മഴ പെയ്താൽ ഒറ്റപ്പെട്ടു പോകുന്നുള്ള പ്രതീക്ഷയുള്ള ആളുകളെ കൂടി മാറ്റി ഈ ക്യാമ്പുകളിൽ എത്തിക്കുന്ന നടപടികൾ കൂടി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതേസമയം കൊല്ലത്ത് നിന്ന് ഉള്ള ബോട്ടുകളും ഈ ഈ മലയോര വാസികൾക്ക് വേണ്ടിയുള്ള രക്ഷാപ്രവർത്തനം എത്തിയ ബോട്ടുകളും അതുപോലെ തന്നെ ഒട്ടവഞ്ചികളും NDRF സംഘവും ആറന്മുള ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ഒരുപക്ഷെ മഴ പെയ്താൽ, ഒരുപക്ഷെ ഏതെങ്കിലും തരത്തിൽ ഒരു അപകടമുണ്ടായാൽ ഉടനടി രക്ഷാപ്രവർത്തനം നടത്താൻ വേണ്ടി ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നിർദ്ദേശപ്രകാരം NDRF സംഘവും ഈ ബോട്ടുകളുമായി ഉള്ള ആളുകളും ഒപ്പം ഈ കുട്ടവഞ്ചി അടക്കമുള്ള സംവിധാനങ്ങളും ആറന്മുളയിലുണ്ട്. പക്ഷേ പരിമിതമായ സാഹചര്യം, ക്യാമ്പുകളിലൊക്കെ കഴിയുന്നവരെ സംബന്ധിച്ച് അടിസ്ഥാന സൗകര്യങ്ങളുടെ ലഭ്യത കുറവ്, അത്തരം ചില പരാതികൾ കൂടി വരുന്നുണ്ട്. കാരണം പെട്ടെന്ന് മരുന്ന് കഴിക്കുന്നവരുണ്ട്, അത്തരം രോഗികളായ ആളുകളുണ്ട്. ഇവർക്ക് അടിസ്ഥാനപരമായുള്ള സൗകര്യങ്ങൾ ലഭ്യമല്ലാത്ത വിവരം കൂടി തിരുവല്ലയിൽ നിന്നൊക്കെ വരുന്നുണ്ട്. എന്തായാലും അത്തരങ്ങളിലൊക്കെ അടിയന്തരമായി ഇടപെടും എന്നുള്ള ഉറപ്പാണ് മന്ത്രി പി സി വിഷ്ണുനാഥന്റെ നേതൃത്വത്തിൽ ആറന്മുളയിൽ നടന്ന അവലോകന യോഗത്തിൽ വ്യക്തമാക്കിയിട്ടുള്ള. എല്ലാ സഹായവും പൂർണ്ണമായി ആറന്മുളയ്ക്ക് നൽകും എന്നുള്ള കാര്യമാണ് അബിൻ ബർക്കിയുടെ MLA അബിൻ ബർക്കിയുടെ അഭിപ്രായത്തോട് യോജിച്ചുകൊണ്ട് തന്നെ സർക്കാരിന്റെ പൂർണ്ണമായ സഹായം ആറന്മുളയ്ക്ക് ലഭ്യമാക്കുമെന്നുള്ള ഉറപ്പുകൂടി മന്ത്രി നൽകിയിട്ടുണ്ട്. എന്തായാലും അപ്പർ കുട്ടനാട് മേഖലയാണ് ഇനി ഏറെ വലിയ പ്രശ്നമായിരിക്കുന്നത്. കാരണം ഈ ആറന്മുളയിൽ വെള്ളം ഒഴുകി ചെന്നാൽ തിരുവല്ല, മേപ്ര, കടപ്ര തുടങ്ങിയ മേഖലകളിലേക്ക് ഒഴുകി ചെല്ലും. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ആളുകൾക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് അവിടെയും വെള്ളം വീഴുന്നതായിട്ടുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നത്. എന്തായാലും ഈ വെള്ളക്കെട്ട് ആളുകൾക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയുണ്ട്, ദുരിതങ്ങളാണ്. ആളുകൾക്ക് തിരിച്ച് വീട്ടിൽ ക്യാമ്പുകളിൽ നിന്ന് തിരിച്ചു പോകാൻ കഴിയാത്ത അവസ്ഥയാണ്. എന്തായാലും മഴ പൂർണ്ണമായും ഈ പത്തനംതിട്ട ജില്ലയിലെ പല സ്ഥലങ്ങളിൽ മഴ മാറി നിൽക്കുന്നുണ്ട്. ഏകദേശം തെളിഞ്ഞ കാലാവസ്ഥയുമുണ്ട്. ഇത് ഇന്നും നാളെയും തുടർന്നെങ്കിൽ മാത്രമേ ആളുകൾക്ക് തിരിച്ച് വീടുകളിലേക്ക് എത്താൻ കഴിയുള്ളൂ. ആറന്മുളയിലെ വെള്ളം തിരികെ പമ്പയാറിലേക്ക് ഇറങ്ങാൻ കഴിയുള്ളൂ. എന്തായാലും അച്ചൻകോലാറിന്റെയും പമ്പയാറിന്റെയും മണിമലയാറിന്റെയും ജലനിരപ്പ് 2 അടിയോളം താഴ്ന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. എന്തോ തുടർച്ചയായ ദുരിതപ്പെയ്ത്തിൽ പ്രളയഭീതിയിലായി ആലപ്പുഴ ജില്ല. കിഴക്കൻ മലയോര മേഖലകളിൽ പെയ്ത കനത്ത മഴയെ തുടർന്ന് പമ്പ, അച്ചൻകോവിൽ, മണിമലയാറുകളിൽ ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നതോടെ അപ്പർ കുട്ടനാടും തീരദേശ മേഖലകളും കടുത്ത വെള്ളപ്പൊക്ക ഭീഷണിയിലാണ്. താഴ്ന്ന പ്രദേശങ്ങളിലെ നിരവധി വീടുകളിൽ വെള്ളം കയറിയതിനെ തുടർന്ന് ജില്ലയിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു. അമ്പലപ്പുഴയിൽ 6 വീടുകൾ ഭാഗികമായി തകർന്നു. ശരണ്യ സ്നേഹജൻ കൂടുതൽ വിവരങ്ങൾ നൽകും. ശരണ്യ, എന്താണ് ജില്ലയിലെ സാഹചര്യം? 11 ദുരിതാശ്വാസ ക്യാമ്പുകളിലായ 580 പേരാണ് ഇപ്പോൾ ആലപ്പുഴ ജില്ലയിലുള്ളത്.
ഇന്ന് പൊതുവെ മഴ മാറി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ഇന്നത്തെ രാവിലെ മുതൽ ഇതുവരെ മഴ പെയ്തിട്ടില്ല. പക്ഷെ ഇന്നലെ നല്ല മഴ ആലപ്പുഴയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇന്നലെ പകൽ മുഴുവൻ നീണ്ടു നിൽക്കുന്ന മഴയ്ക്ക് ശേഷം ഇന്നിപ്പോ ഒരു തെളിമയാർന്ന അന്തരീക്ഷമാണ് ഉള്ളത്. പ്രധാനമായും ആലപ്പുഴ നേരിടുന്ന ഒരു വെല്ലുവിളി എന്ന് പറയുന്നത് കടൽക്ഷോഭമാണ്. തൃക്കുന്നപ്പുഴ ഒപ്പം തന്നെ തോട്ടപ്പള്ളി മേഖലകളിൽ അതിരൂക്ഷമായ കടൽക്ഷോഭം അനുഭവപ്പെടുന്നുണ്ട്. അമ്പലപ്പുഴ കാക്കാഴം മേഖലകളിൽ 6 വീടുകൾക്ക് ഭാഗികമായി തകർച്ച സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രധാനമായും കിഴക്കൻ മേഖലയിൽ നിന്നുള്ള വെള്ളം ഒഴുകിയെത്തുന്നതാണ് ഇനി നേരിടേണ്ട പ്രതിസന്ധി. പത്തനംതിട്ട, ഇടുക്കി തുടങ്ങിയ കോട്ടയം തുടങ്ങിയ മേഖലകൾ, മലയോര മേഖലകളിൽ നിന്നുള്ള വെള്ളം പമ്പയാറ് തുടങ്ങിയ വിവിധ ആറുകളിലൂടെ ആലപ്പുഴയിൽ തോട്ടപ്പള്ളി സ്പിൽവേ വഴിയാണ് അറബിക്കടലിലേക്ക് പുറന്തള്ളേണ്ടത്. അതുകൊണ്ട് തന്നെ ആ ജലം, അതായത് കിഴക്കൻ മേഖലയിൽ നിന്ന് താഴെത്തട്ടിലേക്ക് ഇറങ്ങുന്ന വെള്ളം അപ്പർ കുട്ടനാടൻ മേഖലകളിൽ പ്രതിസന്ധി സൃഷ്ടിക്കുമെന്നുള്ളതാണ്. നേരത്തെ ശശിനാരായണ സൂചിപ്പിച്ചതുപോലെ തന്നെ അത് തോട്ടപ്പള്ളി സ്പിൽവേയും ഒപ്പം തണ്ണീർമുക്കം ബണ്ടും അടക്കമുള്ള ഷട്ടറുകൾ തുറന്നിട്ടുണ്ട്. അന്ധകാര നദിയിലെയും ഷട്ടറുകൾ തുറന്നിട്ടുണ്ട്. പരമാവധി വെള്ളം പുറത്തേക്ക് പുറന്തള്ളപ്പെട്ടാൽ, ഇന്ന് മഴയില്ലാത്തൊരു ആശ്വാസം ആലപ്പുഴ ജില്ലയിലുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മേഖലകളിലൂടെ, ഈ വഴികളിലൂടെ പരമാവധി വെള്ളം പുറത്തേക്ക് പുറന്തള്ളപ്പെടുക എന്നുള്ളതാണ്. സ്വാഭാവികമായും പത്തനംതിട്ടയിൽ നിൽക്കുന്ന വെള്ളം ആലപ്പുഴയിലേക്ക് എത്തുന്നതിന് സമയപരിധിയുണ്ട്. അതിനനുസരിച്ചുള്ള ഒരു ക്രമീകരണങ്ങൾ ആലപ്പുഴയിൽ ജില്ലാ ഭരണകൂടം ഒരുക്കുന്നുണ്ട്. അത്തരത്തിൽ മറ്റ് രീതിയിലുള്ള പ്രതിസന്ധി ഇല്ലാതെ ഈ വിവിധ ഷട്ടറുകൾ വഴി വെള്ളം പുറത്തേക്ക് പോയാൽ മറ്റ് പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. പക്ഷെ അപ്പോഴും കടൽക്ഷോഭം രൂക്ഷമായി തുടരുന്നു എന്നുള്ളതാണ്. അത് പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. ഒപ്പം തന്നെ മറ്റ് ക്രമീകരണങ്ങൾ ഒരുക്കുന്ന ഒരു തയ്യാറെടുപ്പിലാണ്. ഇന്നിപ്പോൾ തെളിഞ്ഞ അന്തരീക്ഷമാണ് ആലപ്പുഴയിലുള്ളത്. ശരി ശരണ്യ. പാലക്കാട് ജില്ലയിൽ മഴ കുറഞ്ഞു. അട്ടപ്പാടിയിൽ വനം വകുപ്പ് റേഞ്ച് ഓഫീസിലെ കൂറ്റൻ മരം കടപുഴകി വീണു. വനം വകുപ്പിന്റെ ജീപ്പ് ഷെഡും ജീപ്പും തകർന്നു. ആർക്കും പരിക്കില്ല. ഒറ്റപ്പാലം, മീറ്റ്ന തടയണ, മാന്നന്നൂർ, ഉരുക്ക് തടയണ, ഷൊർണൂർ തടയണ എന്നിവിടങ്ങളിൽ ജലനിരപ്പ് ഉയർന്നു. ഒറ്റപ്പാലത്ത് വീടുകളിൽ വെള്ളം കയറി. നഗരസഭയുടെ പുറകുവശത്തുള്ള വീടുകളിലാണ് വെള്ളം കയറിയത്. ശക്തമായ മഴയിൽ ഭാരതപ്പുഴയിൽ ജലനിരപ്പ് ഉയർന്നു. നിലവിൽ പട്ടാമ്പി, തൃത്താല ഭാഗങ്ങളിൽ ഇരുകര മുട്ടിയാണ് പുഴ ഒഴുകുന്നത്. പട്ടാമ്പി പാലത്തിന് 1.5 മീറ്റർ താഴ്ചയിലാണ് ഇപ്പോൾ ജലനിരപ്പ്. മഴ കൂടുതൽ ശക്തമായാൽ ജലം ക്രമാതീതമായി നിരപ്പ് ഉയരാൻ സാധ്യതയുണ്ട്. നീരൊഴുക്ക് വർദ്ധിച്ച സാഹചര്യത്തിൽ ഓങ്ങല്ലൂർ, ചെങ്ങണാംകുന്ന് റെഗുലേറ്ററിയും തൃത്താല, വെള്ളിയാങ്കൽ റെഗുലേറ്ററിന്റെയും ഷട്ടറുകൾ മുഴുവൻ തുറന്നിട്ടുണ്ട്. ജലനിരപ്പ് ഇനിയും ഉയരാൻ സാധ്യതയുള്ളതിനാൽ തീരപ്രദേശത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശമുണ്ട്. മലപ്പുറം മക്കരപ്പറമ്പിൽ കാർ വെള്ളത്തിലേക്ക് മറിഞ്ഞു. മക്കരപ്പറമ്പ് കുറുവ പാടത്ത് വെച്ച് കാർ ഒഴുക്കിൽപ്പെട്ടു. വാഹനമോടിച്ച ചാപ്പനങ്ങാടി സ്വദേശി കാറിൽ നിന്നും ചാടി രക്ഷപ്പെടുകയായിരുന്നു. മലപ്പുറം ജില്ലയിൽ മഴയ്ക്ക് ശമനമുണ്ട്. അതേസമയം പലയിടത്തും വെള്ളക്കെട്ട് തുടരുന്നുണ്ട്. കനത്ത മഴ തുടരുന്നതിനിടെ മലപ്പുറത്ത് ചാലിയാർ നദിയിലെ ജലനിരപ്പ് ഉയർന്നു. ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ മഴ തുടരുന്നതിനാൽ നദിയിലേക്ക് നീരൊഴുക്ക് ശക്തമായിട്ടുണ്ട്. തീരപ്രദേശങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ നിർദ്ദേശം നൽകി. CB അനുമോദ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അനുമോദ്, മലപ്പുറത്ത് സാഹചര്യം രൂക്ഷമായിട്ടുണ്ടോ? എൽദോ, മലപ്പുറം ജില്ലയിൽ പൊതുവെ ഇന്ന് രാവിലെ മുതൽ മഴ കുറവാണ്. ഇപ്പോൾ പലയിടത്തും മാനം തെളിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസത്തെ അപേക്ഷിച്ച് വളരെ ആശ്വാസകരമായ സാഹചര്യമാണ് നിലവിലുള്ളത്. ഇന്ന് രാവിലെ മുതൽ എവിടെയും ശക്തമായ മഴ പെയ്തിട്ടില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. പക്ഷേ നീലഗിരി ജില്ലയിലും അതുപോലെ തന്നെ വയനാട് ജില്ലയിലും മഴ തുടരുന്നതിന്റെ ഭാഗമായിട്ട് ചാലിയാറിൽ ജലനിരപ്പ് പലയിടത്തും ഉയർന്നിട്ടുണ്ട്. വാഴക്കാട് തുടങ്ങിയ മേഖലകളിലൊക്കെ റോഡിലേക്ക് വെള്ളം കയറി ഗതാഗതം തടസ്സപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അനിഷ്ട സംഭവങ്ങൾ ഇന്ന് എവിടെ നിന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ആളപായവും ഉണ്ടായിട്ടില്ല. പക്ഷേ കഴിഞ്ഞ ദിവസം കയറിയ വെള്ളം പലയിടത്തും ഇറങ്ങാത്തത് ജനജീവിതത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സാഹചര്യം തീർത്തിട്ടുണ്ട്. എന്നിരുന്നാലും കഴിഞ്ഞ ദിവസത്തെ അപേക്ഷിച്ച് സാഹചര്യങ്ങൾ നിയന്ത്രണ വിധേയമാണ്. പലയിടങ്ങളിലും ക്യാമ്പ് തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ ഇന്ന് സാഹചര്യങ്ങളെല്ലാം മെച്ചപ്പെടുന്നതിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ ക്യാമ്പ് തുടങ്ങാൻ സാധ്യത കുറവാണ് എന്നാണ് നമുക്ക് റവന്യൂ വിഭാഗത്തിൽ നിന്നും അറിയാൻ കഴിയുന്ന വിവരം. നിലവിൽ മലപ്പുറത്തെ സാഹചര്യങ്ങൾ നിയന്ത്രണ വിധേയമാണ്. എൽദോ. ശരി, മലപ്പുറത്തെ സാഹചര്യങ്ങൾ നിയന്ത്രണ വിധേയമാണെന്ന് അനുമോദ് റിപ്പോർട്ട് ചെയ്യുന്നു. തെങ്ങിൻ പട്ട വീണ് തകരാറിലായ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാൻ തോട് നീന്തിക്കിടന്ന KICB ജീവനക്കാരൻ. കനത്ത മഴയിൽ അങ്ങാടിപ്പുറം സെക്ഷൻ പരിധിയിൽ വരുന്ന ചാത്തോലിക്കുണ്ട് ഭാഗത്തേക്കുള്ള വൈദ്യുതി ലൈനിലാണ് തെങ്ങിൻ പട്ട വീണത്.
KCB ജീവനക്കാരനായ റഫീഖ് നിറഞ്ഞൊഴുകുന്ന തോട് നീന്തിക്കയറി വൈദ്യുതി കമ്പിയിലെ തെങ്ങിൻ പട്ട മാറ്റുകയായിരുന്നു. അതന്നെ പൊന്നാനിയിൽ കടലാക്രമണത്തിൽ 2 വീടുകൾ തകർന്നു. ചാലിയാറിലും കടലുണ്ടിപ്പുഴയിലും ജലനിരപ്പ് ഉയരുന്നതിനാൽ പ്രദേശവാസികൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഏറനാട്, കൊണ്ടോട്ടി, നിലമ്പൂർ താലൂക്കുകളിൽ 7 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 39 കുടുംബങ്ങളുണ്ട്. കടലുണ്ടിപ്പുഴയിലെ ബക്കിക്കയം റെഗുലേറ്ററിൽ ജലനിരപ്പ് വാർണിംഗ് ലെവൽ കഴിഞ്ഞതിനാൽ വേങ്ങര, തെന്നല, ഒഴൂർ, ഊരകം, പറപ്പൂർ, എടരിക്കോട്, കണ്ണമംഗലം, AR നഗർ, ഒതുക്കുങ്ങൽ, പെരുമണ്ണ, ക്ലാരി, തിരൂരങ്ങാടി, കോട്ടക്കൽ മുനിസിപ്പാലിറ്റികൾ എന്നിവിടങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശമുണ്ട്. കടലുണ്ടിപ്പുഴയുടെ കൈവഴിയായ ചെറുപുഴ പല ഭാഗത്തും കരകവിഞ്ഞതിനാൽ അങ്ങാടിപ്പുറം, പുഴക്കാട്ടരി, മക്കരപ്പറമ്പ്, കുറുവ, കൂട്ടിലങ്ങാടി എന്നീ പഞ്ചായത്തുകളിലും ജാഗ്രതയുണ്ട്. തോരാമഴയ്ക്ക് ശമനമുണ്ടായി എങ്കിലും കോഴിക്കോട് ജില്ലയിലെ താഴ്ന്ന പ്രദേശങ്ങൾ പ്രളയഭീതിയിലാണ്. ചാലിയാറും പുല്ലൂർപ്പുഴയും കരകവിഞ്ഞതോടെ നിരവധി പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലായി. നൊടിയിടിയിൽ ജലനിരപ്പ് ഉയർന്നതിനാൽ പലർക്കും വീടുകളിൽ നിന്ന് ഉപകരണങ്ങൾ മാറ്റാൻ പോലും കഴിഞ്ഞില്ല. പെരുവയലിൽ നിന്ന് MS അനീഷ് കുമാർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കോഴിക്കോട് ജില്ലയിൽ കഴിഞ്ഞ ഏതാനും മണിക്കൂറുകളായി മഴയ്ക്ക് ശമനമുണ്ടെങ്കിലും മഴക്കെടുതികൾക്ക് മാറ്റമില്ലാതെ തുടരുന്നു എന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ജില്ലയുടെ താഴ്ന്ന പ്രദേശങ്ങൾ പലയിടത്തും വെള്ളം കയറിയിരിക്കുകയാണ്. പ്രത്യേകിച്ചും നഗരത്തോട് ചേർന്ന സമീപത്തുള്ള പഞ്ചായത്തുകൾ, പെരുവയൽ പോലുള്ള ഇടങ്ങളിൽ വലിയ വെള്ളക്കെടുതി അല്ലെങ്കിൽ ജലക്കെടുതി അനുഭവിക്കുന്ന സാഹചര്യം. പ്രത്യേകിച്ചും ജില്ലയുടെ കിഴക്കൻ മേഖലകളിൽ മഴ ശക്തമായതിനെ തുടർന്ന് മലവെള്ളപ്പാച്ചിൽ ഉണ്ടാവുകയും അവിടെ നിന്നുള്ള വെള്ളം താഴേക്ക് ഇറങ്ങി വരികയും ചെയ്യുന്ന സാഹചര്യം. ചാലിയാർ പുഴയിലെ ജലനിരപ്പ് ഓരോ നിമിഷവും കൂടി വരുന്ന സാഹചര്യം. അതുകൊണ്ട് താഴ്ന്ന പ്രദേശങ്ങൾ പൂർണ്ണമായും വെള്ളത്തിന്റെ പിടിയിൽ അമർന്നു കഴിഞ്ഞിരിക്കുന്നു. പല വീടുകളുടെയും ഏതാണ്ട് താഴ്ന്ന നില പൂർണ്ണമായും വെള്ളത്തിന് അടിയിലാവുന്ന ഒരു സാഹചര്യമുണ്ട്. നമുക്കൊപ്പം ഇപ്പോൾ ഈ നാട്ടുകാരൻ തന്നെ വരുന്നുണ്ട്. ചേട്ടാ, ഏതാ വീട്? ഏതാ എങ്ങനെയുണ്ട് വെള്ളം? എങ്ങനെ എപ്പോ മുതലേ ഇതുപോലെ കയറി തുടങ്ങി? ഇത് ഇന്നലെ 3 മണിയാണ് എന്റെ വീട്ടിന് മുറ്റത്തെത്തി. പക്ഷെ 5:30 മണിയാകുമ്പോഴത്തേന് വൈകുന്നേരം 5:30 മണിയാകുമ്പോഴത്തേന് താഴ്ന്ന് അവിടെ വെള്ളം കയറി തുടങ്ങിയിട്ടുണ്ട്. പെട്ടെന്നാണ് ഇത്ര സ്പീഡിൽ വെള്ളം. കുറെ വർഷങ്ങൾക്ക് ശേഷം ആദ്യമായിട്ടാണ് ഇത്ര പെട്ടെന്ന് വെള്ളം കയറുന്നത്. നമ്മളിപ്പോൾ ഇവിടെ 48 വയസ്സായി എനിക്ക്. എന്റെ വീട്ടിലൊക്കെ സ്ഥിരമായിട്ട് വെള്ളം വരുന്നത് തന്നെയാണ്. 2 കൊല്ലം 3 കൊല്ലം കൂടുമ്പോഴൊക്കെ നമ്മളെ കുട്ടിക്കാലം മുതലേ വെള്ളം കയറുന്നത്. പക്ഷേ ഇത്രയും സ്പീഡിൽ വെള്ളം കയറി ഈ വർഷമാണ്. 2018 ഈ വേഗത ഇല്ലായിരുന്നു. ഈ വേഗതയില്ല ഇനി ഇല്ല. എത്ര വലിയ വേഗതയിലല്ല വന്നത്. വളരെ സ്പീഡ് കുറച്ചിട്ടാണ് വെള്ളം വന്നത്. ആ വെള്ളം തന്നെ ഒരാവശ്യം കയറിയിട്ട് താന്ന് നിന്ന് അവിടെ നിന്നോടുന്ന് പിന്നെ രണ്ടാമത് പൊന്തി വന്നതാണ്. ഇത് പെട്ടെന്നാണ് ഇത്രയും വെള്ളം സ്പീഡിൽ വന്നത്. അപ്പം ഇത് വലിയൊരു ബുദ്ധിമുട്ടായി പോയി. ഒന്ന് എടുത്തേക്കാൻ കഴിയാതെയൊക്കെയാണ് ചിലവർ പോയി. രാത്രി ആയതും കൊണ്ട് ഈ വീട്ടുകാരൊക്കെ പോയി രാത്രിയാണ്. അവരെ സാധനങ്ങളൊക്കെ കുറേയൊക്കെ നനഞ്ഞു പോയി. പിന്നെ ഞങ്ങൾ വന്നിട്ടാണ് ബാക്കിയൊക്കെ എടുത്തത്. അപ്പം എന്താ വെച്ചാൽ മഴ എപ്പോഴാണ് ഞങ്ങളുടെ വീട്ടിലേക്ക് ഇപ്പോഴാണ് കയറി. ഇന്ന് രാവിലെയാണ് കയറി. അപ്പോൾ ഞങ്ങൾ ഇനി സമയമുണ്ട് എടുത്തു വെക്കാൻ. പിന്നെ അപ്ഷെയറൊക്കെ ഉള്ളത് കൊണ്ട് പ്രശ്നമല്ല, എടുത്തു വെക്കാൻ ബുദ്ധിമുട്ടില്ല. കുടുംബം കുട്ടികളൊക്കെ അപ്ഷെയറിലാവുള്ളൂ തോന്നുന്നു. കുട്ടികൾ ഭാര്യയും കുട്ടികളൊക്കെ അപ്ഷെയറിലാണുള്ളത്. ഒരാൾ കയറിക്കുകയാണ്. ഇനി വെള്ളം ഇനി ഒന്നുകൂടി കൂടുകയാണെങ്കിൽ നമ്മളെ വീടിന്റെ വഴി കൂടെ ഒരു അരക്കി വെള്ളത്തിൽ കൂടെ കയറിയിട്ട് പോയി അങ്ങോട്ട് വെള്ളം കുറഞ്ഞ സ്ഥലമുണ്ട്. അവിടെ നിലങ്ങൾ കയറി നമ്മൾ അച്ഛൻ്റെ പെങ്ങളെ വീട്ടിലേക്ക് പോകും. ഇവിടുന്ന് ആളുകളെ ഇന്നലെ തന്നെ മാറ്റി. അവരൊക്കെ ഇന്നലെ രാത്രി തന്നെ പോയി. ഇതിപ്പോ പുറത്ത് കിഴക്കൻ മേഖല മഴ പെയ്തപ്പോഴും ഇത്ര പെട്ടെന്ന് ഇങ്ങോട്ട് വരുമെന്ന് നിങ്ങൾ കണക്കാക്കിയില്ലായിരിക്കും? അല്ല, അത്ര സ്പീഡിൽ വരുന്നുള്ളത് മനസ്സിലാക്കിയില്ല. വെള്ളപ്പൊക്കം വരുന്നുള്ളത് അറിയെങ്കിലും ഇത്ര സ്പീഡിൽ വരുന്നുള്ളത് മനസ്സിലാക്കിയില്ല. തീർച്ചയായും അത് തന്നെയാണ്. കാരണം 2018 അടക്കം വലിയ വെള്ളക്കെട്ടുണ്ടായ സ്ഥലങ്ങളാണ്. പക്ഷേ ഇത്ര ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഇത്ര വേഗത്തിൽ ഇവിടേക്ക് വെള്ളം എത്തും എന്നൊരു പ്രതീക്ഷ നാട്ടുകാർക്കും ഉണ്ടായില്ല. നമുക്കറിയാം, ഇന്നലെ ഈങ്ങാപ്പുഴ, താമരശ്ശേരി മേഖലയിലേക്ക് അടക്കം വലിയ വെള്ളക്കെട്ടുണ്ടായിരുന്നു. അവിടെ നിന്നും വെള്ളം ഇറങ്ങി തുടങ്ങുമ്പോഴാണ് ഈ താഴ്ന്ന പ്രദേശങ്ങളിലേക്ക് വെള്ളം എത്തുന്നത്. ഒരു വശത്ത് ചാലിയാർ പുഴ കരകവിഞ്ഞൊഴുകി അതുമൂലം ഒരു പ്രളയ ഭീതി ഉണ്ടാവുന്നു. മറുവശത്ത് ഈ കക്കയം അണക്കെട്ടിലെ ജലനിരപ്പ് ഓരോ
നിമിഷവും ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ഏത് നിമിഷവും അണക്കെട്ട് തുറന്നു വിടുമ്പോൾ അവിടെ നിന്നുള്ള വെള്ളം പൂനൂർ പുഴയിലേക്ക് എത്തും. അതുകൊണ്ട് പൂനൂർ പുഴയുടെ ഒഴുകുന്ന ഇടങ്ങളിൽ, പ്രത്യേകിച്ചും നഗരത്തിന്റെ താഴ്ന്ന പ്രദേശങ്ങൾ, പറമ്പിൽ ബസാർ പോലെ അല്ലെങ്കിൽ പാലാഴി പോലുള്ള ഇടങ്ങളിലൊക്കെ ഒരു വലിയ വെള്ളക്കെട്ട് രൂപം കൊള്ളുന്ന സാഹചര്യമാണ് നിലവിൽ ഉള്ളത്. ഒപ്പം വിലങ്ങാട് പോലെയുള്ള പ്രദേശങ്ങളുണ്ട്. അവിടെയൊക്കെ ഇന്നലെ വലിയ മലവെള്ളപ്പാച്ചിൽ തന്നെ ഉണ്ടായിരുന്നു. വിലങ്ങാട് ടൗണിലെ പാലങ്ങൾ 2 കവിഞ്ഞു വെള്ളം ഒഴുകുന്ന സാഹചര്യം. വെള്ളത്തിൽ ചെളിയും മണ്ണുമൊക്കെ കലർന്നു ഒഴുകുമ്പോൾ കാട്ടിനുള്ളിൽ ഉരുൾപൊട്ടിയിരിക്കാമെന്ന സാധ്യതകൾ തന്നെയാണ് ആളുകൾ പറഞ്ഞിരുന്നത്. ഒപ്പം ഇന്നലെ വെള്ളക്കെട്ടിൽ വീണ് ഒരു 2 വയസ്സുള്ള കുട്ടി മരിക്കുകയും ചെയ്തത് ദാരുണ സംഭവമായി തുടരുന്നു. അതുകൊണ്ട് കർശനമായ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇന്ന് ഈ മദ്രസ പഠനവും ഒപ്പം സൺഡേ സ്കൂളുകളടക്കം ഒരു തരത്തിലുമുള്ള ക്ലാസുകൾ ഉണ്ടാവരുതെന്ന് കളക്ടർ നിർദ്ദേശം നൽകിയിരുന്നു. 28-ാം മൈൽ മുതൽ തലയാട് വരെ മലയോര ഹൈവേയിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഒപ്പം താമരശ്ശേരി ചുരത്തിലൂടെയുള്ള ഗതാഗതത്തിന് കർശന നിയന്ത്രണമുണ്ട്. കാരണം ഈ മണ്ണും മറ്റുമൊക്കെ മരങ്ങളുമൊക്കെ വഴിയിലേക്ക് വീഴാനുള്ള ഒരു സാധ്യതകൾ ഉള്ള സാഹചര്യത്തിലാണ് അങ്ങനെ ചെയ്തത്. എന്തായാലും നമ്മൾ ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നതിന് പെരുവൽ പഞ്ചായത്തിലെ വീടാണ്. ഈ വീടിന്റെ താഴത്തെ നില ഏതാണ്ട് പൂർണ്ണമായി വെള്ളത്തിനടിയിൽ ആയി കഴിഞ്ഞിരിക്കുന്നു. ഒപ്പം ആ സമീപത്തുള്ള കിണറിന്റെ പകുതിയോളം കിണർ കവിഞ്ഞ ശേഷം കപ്പയും കയറുമൊക്കെ ഉള്ള ഇടത്തിന്റെ അത്രത്തോളം വെള്ളം കയറി കഴിഞ്ഞിരിക്കുന്നു. അതിന് തൊട്ടടുത്തുള്ള ഒരു വീട്ടിലേക്കും വെള്ളം കയറിയിരിക്കുന്ന സാഹചര്യമുണ്ട്. നമുക്കിപ്പം ഇവിടുത്തെ ആളുകളിലേക്ക് തന്നെ പോകാം. ഇത് എപ്പോഴാണ് ഈ വെള്ളത്തിന്റെ ഒരു വരവ് വന്നു തുടങ്ങിയതടക്കമുള്ള കാര്യങ്ങൾ ചോദിക്കാം. ഇത് എപ്പോൾ മുതലാണ് ഈ വെള്ളം ഇതുപോലെ ഇങ്ങനെ കയറി തുടങ്ങിയത്? ഇത് ഇന്നലെ വൈകുന്നേരം മുതലേ നല്ല ശക്തിയിലാണ് വന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ രാത്രിയൊക്കെ ആയപ്പോഴേക്കും ഒരു 12 മണിയൊക്കെ ആയപ്പോഴേക്കും വീടുകളിൽ കയറി തുടങ്ങി. ഇത് പെട്ടെന്നാണ് നിറഞ്ഞതല്ലേ? പെട്ടെന്നാണ് നിറഞ്ഞത്. അതുവരെ വലിയ പ്രശ്നമൊന്നുമില്ലായിരുന്നു. വയലിങ്ങനെ നിറഞ്ഞിട്ടേ ഉള്ളായിരുന്നു. വയലിലും അതിന് മാത്രം വെള്ളമില്ലായിരുന്നു. പിന്നെ ഒരു വൈകിട്ടൊക്കെ ആയപ്പോഴത്തേക്കും കംപ്ലീറ്റ് വയൽ നിറഞ്ഞു. പിന്നെ വീടുകളിലേക്ക് കയറാൻ തുടങ്ങി. നിങ്ങളൊക്കെ വീടുകളിൽ നിന്ന് മാറിയോ അപ്പം? ഞങ്ങൾ ഇന്നലെ രാത്രി തന്നെ ഒരു 12 മണിയൊക്കെ ആയപ്പോ വീട് കയറി തുടങ്ങി. വീടിനകത്ത് വെള്ളം ഉണ്ടോ ഇപ്പം? വീടിനകത്തും അരക്കി വെള്ളം ഉണ്ടാവും. സാധന സാമഗ്രികളൊക്കെ മാറ്റി അത് മേളിലേക്ക് കംപ്ലീറ്റ് എടുത്ത് മാറ്റി. പിന്നെ പിള്ളേരും ഒക്കെ ഉണ്ട്. അപ്പൊ അവരെയും നോക്കണം, വെള്ളത്തിൽ ഇറങ്ങണ്ടോന്ന്. ആ കൂട്ടത്തിൽ പെർക്കൊരു ചിലർക്കൊന്നും എടുക്കാൻ പറ്റി പോലും ഇല്ലെന്ന് തോന്നുന്നല്ലേ? ഇല്ല, പെട്ടെന്നാണ്. അതുവരെ വലിയ സ്പീഡൊന്നും ഇല്ലായിരുന്നു. അപ്പൊ ഏകദേശം ഞങ്ങൾക്ക് കുറച്ച് സമയം കിട്ടാറുണ്ട് വെള്ളത്തിൽ ഇങ്ങനെ എടുത്തു വെക്കാനൊക്കെ. ഇപ്രാവശ്യം അത്രയും സമയം കിട്ടിയില്ല. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എന്തായാലും അപ്രതീക്ഷിതമായിട്ടാണ് ഈ 2018 വെള്ളം കയറിയ ഇടങ്ങളാണ്. കുട്ടികളൊക്കെ വലിയ ജാഗ്രത പാലിക്കേണ്ട ഒരു സമയം കൂടിയാണ്. കാരണം കൗതുകം കൊണ്ട് സമീപത്തുള്ള വെള്ളക്കെട്ടിലും മറ്റുമൊക്കെ കളിക്കാൻ ഇറങ്ങുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. എന്തായാലും ജലനിരപ്പ് ഓരോ മിനിറ്റ് കഴിയുമ്പോഴും വർദ്ധിക്കുകയാണ്. ഒരു തരി പോലും ഇവിടുന്നും ഇറങ്ങുന്നില്ല. പ്രത്യേകിച്ചും മഴ കഴിഞ്ഞ ഏതാനും മണിക്കൂറുകളായി ഈ മേഖലകളിൽ വിട്ടു നിൽക്കുന്നുവെങ്കിൽ പോലും കിഴക്കൻ വെള്ളത്തിന്റെ വരവ് അല്ലെങ്കിൽ മലയോര മേഖലകളിൽ നിന്നുള്ള വെള്ളത്തിന്റെ വരവ് വലിയ തോതിൽ ഉണ്ട്. പലർക്കും വലിയ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പല വീടുകളിൽ നിന്നും ആളുകൾക്ക് പെട്ടെന്ന് മാറാൻ മാത്രമേ കഴിഞ്ഞുള്ളൂ. അവരുടെ സാധന സാമഗ്രികളോ മറ്റ് വീട്ടുപകരണങ്ങളോ എന്നും കൃത്യമായി സമയബന്ധിതമായി മാറ്റാനുള്ള ഒരു സാഹചര്യം ഉണ്ടായില്ല. മഴ കനക്കുന്നുവെങ്കിലും ഇത്ര വേഗത്തിൽ വെള്ളം ഇവിടങ്ങളിൽ എത്തുകയും വീടുകൾ മുക്കുമെന്നും പലരും കരുതിയിരുന്നുമില്ല. കോഴിക്കോട് മുഴിക്കൽ ആനക്കാമ്പയിൽ റോഡിൽ വെള്ളക്കെട്ടിൽപ്പെട്ട് രോഗബാധിതരെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റി അഗ്നിശമന രക്ഷാസേന. താഴത്തെപ്പടി എന്ന സ്ഥലത്ത് ശസ്ത്രക്രിയ കഴിഞ്ഞ് വിശ്രമിക്കുകയായിരുന്ന അൻവറിനെയും ഭാര്യയുമാണ് അഗ്നിശമന രക്ഷാസേന എത്തി മാറ്റിയത്. അൻവറിന്റെ ഭാര്യയ്ക്കും ശാരീരിക അസ്വസ്ഥതകളുണ്ട്. അഗ്നിശമന രക്ഷാ ഉദ്യോഗസ്ഥർ സ്ട്രെച്ചറുകൾ എത്തിച്ചാണ് ഇവരെ ഏതാണ്ട് 500 മീറ്റർ അപ്പുറത്തുള്ള ബന്ധുവീട്ടിലേക്ക് സുരക്ഷിതമായി മാറ്റിയത്. കോഴിക്കോട് കുറ്റിക്കാട്ടൂർ കണിയാത്തുപാലത്ത് നിയന്ത്രണം വിട്ട ഓട്ടോറിക്ഷ തോട്ടിലേക്ക് വീണു. പാലത്തിനോട് ചേർന്ന മരക്കൊമ്പിൽ പിടിച്ച് ഡ്രൈവർ ജോഷി അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ഇന്ന് പുലർച്ചെ 2 മണിയോടുകൂടിയാണ് സംഭവം. നാട്ടുകാരുടെ സഹായത്തോടെ ഓട്ടോറിക്ഷ പുറത്തെടുത്തു. വയനാട് ജില്ലയിൽ അതീവ ജാഗ്രതാ നിർദ്ദേശമാണ്. അതിതീവ്ര മഴയെ തുടർന്ന് മലയോര മേഖലകളിൽ ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ സാധ്യതകൾ വർദ്ധിച്ച സാഹചര്യമുണ്ട്. ജില്ലാ ഭരണകൂടം കർശന മുൻകരുതലുകൾ സ്വീകരിച്ചിട്ടുണ്ട്. താമരശ്ശേരി ചുരം ഉൾപ്പെടെയുള്ള പ്രധാന ചുരങ്ങളിലും മലയോര പാതകളിലും രാത്രികാല യാത്രാ നിരോധനവും വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ പൂർണ്ണ വിലക്കും ഏർപ്പെടുത്തിയിരിക്കുകയാണ്.
കണ്ണൂർ മാങ്ങാട്ടിടം കൈതേരി ഇടത്തിൽ യുവാവിനെ തോട്ടിൽ വീണ് മരിച്ച നിലയിൽ കണ്ടെത്തി. കലാശപ്പറമ്പത്ത് എൻ രാജേഷാണ് മരിച്ചത്. വെള്ളിയാഴ്ച രാത്രി കാണാതായതിനെ തുടർന്ന് നാട്ടുകാർ നടത്തിയ തെരച്ചിലിൽ വീടിനടുത്തുള്ള തോട്ടിൽ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത്. ഡ്രൈവറായ രാജേഷ് വെള്ളിയാഴ്ച രാത്രി കൈതേരി ഇടത്തിൽ നിന്നും വീട്ടിലേക്ക് പോകുന്നത് നാട്ടുകാർ കണ്ടിരുന്നു. കണ്ണൂർ ജില്ലയിൽ ഇടവിട്ട മഴയുണ്ട്. ജില്ലയിൽ ഒഴുക്കിൽപ്പെട്ട മറ്റൊരാൾക്ക് വേണ്ടി തെരച്ചിൽ തുടരുകയാണ്. പയ്യന്നൂരിൽ വീട് തകർന്ന് വീട്ടമ്മയ്ക്ക് പരിക്കേറ്റു. കോളോത്ത് ചെറുക്കിനിയിൽ ഗോപിയുടെ വീടാണ് ഇന്നലെ രാത്രി പെയ്ത മഴയിൽ പൂർണ്ണമായി തകർന്നത്. ഗോപിയുടെ സഹോദരി ഇന്ദുവിന് പരിക്കേറ്റു. മാടായിൽ വീടിന്റെ മേൽക്കൂര തകർന്ന് 7 വയസ്സുകാരന് പരിക്കേറ്റു. കുളവയൽ റോഡിലെ പാർത്ഥിവനാണ് പരിക്കേറ്റത്. ശ്രീകണ്ഠാപുരത്തും കോഴിച്ചാൽ, പുളിങ്ങോം, ചെറുപുഴ എന്നിവിടങ്ങളിലും രൂക്ഷമായിട്ടുള്ള വെള്ളക്കെട്ടുണ്ട്. ചെങ്ങളായ വില്ലേജിൽ 27 പേരെ മാറ്റിപ്പാർപ്പിച്ചു. പട്ടാന്നൂർ വില്ലേജിൽ ആയിപ്പുഴ, നായിക്കാലി, പാണലാട് പ്രദേശങ്ങളിൽ പുഴ കരകവിഞ്ഞ് പല വീടുകളിലേക്കും വെള്ളം ഇരച്ചെത്തി. താബോറിൽ ഉരുൾപൊട്ടൽ ഭീഷണിയെ തുടർന്ന് 12 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. പഴശ്ശി ജലസംഭരണിയുടെ മുഴുവൻ ഷട്ടറുകളും ഉയർത്തി. കേളകം ബോയ്സ് ടൗൺ, മാനന്തവാടി, പാൽച്ചുരം റോഡിൽ വാഹന ഗതാഗതം നിരോധിച്ചു. പറശ്ശിനിക്കടവ്, വളപട്ടണ മേഖലയിൽ ഇന്ന് ബോട്ട് സർവീസ് ഇല്ല. കേരള കർണാടക അതിർത്തിയോട് ചേർന്നുള്ള വനപ്രദേശങ്ങളിൽ കനത്ത മഴ തുടരുകയാണ്. കാസർഗോഡ് ജില്ലയിലെ പല മേഖലകളിലും വെള്ളപ്പൊക്കമുണ്ട്. ഉരുൾപൊട്ടൽ ഭീഷണിയും നിലനിൽക്കുന്നു. കർണാടക വനമേഖലയിലെ ഉരുൾപൊട്ടലിനെ തുടർന്ന് തേജസ്വിനി, കാര്യങ്കോട് പുഴകൾ കരകവിഞ്ഞൊഴുകുകയാണ്. പാലായി, നീലായി, ചാത്തമത്ത്, പോടോത്തുരുത്തി തുടങ്ങിയ തീരദേശ മേഖലകളിലും വെള്ളം കയറി. ചിറ്റാരിക്കൽ, തയ്യനി, വായ്ക്കാരം, പാലവയൽ ഭാഗങ്ങളിൽ മണ്ണിടിച്ചിൽ ഭീഷണി നിലനിൽക്കുന്നുണ്ട്. ശിവമോഗ ജില്ലയിലെ ഇന്ദിരാനഗറിൽ പുലർച്ചെ മഴയെ തുടർന്നുണ്ടായ മണ്ണിടിച്ചിലിൽ ഷെഡ് തകർന്നു വീണ് 3 വയസ്സുള്ള കുട്ടിയടക്കം ഒരു കുടുംബത്തിലെ 3 പേർ മരിച്ചു. കൊപ്പൽ ജില്ലയിലെ ഗംഗാവതി താലൂക്കിലുള്ള കൊക്കരഗരു സ്വദേശികളായിട്ടുള്ള മല്ലികാർജുൻ, ഭാര്യ നാഗവേണി, മകൻ സന്തോഷ് എന്നിവരാണ് മരിച്ചത്. പുലർച്ചെ 2:30 കുടുംബം ഉറങ്ങിക്കിടക്കുമ്പോഴാണ് മണ്ണിടിഞ്ഞത്. സമീപത്ത് താമസിച്ചിരുന്ന ഒരാൾക്കും പരിക്കേറ്റു. മലനാട് മേഖലയിൽ തുടർച്ചയായി പെയ്ത കനത്ത മഴയിൽ വലിയ നാശനഷ്ടങ്ങളുണ്ട്. മറ്റു പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക്. വി ഡി സതീഷിനെതിരെ പി രാജീവ്, മുൻ മുഖ്യമന്ത്രി എന്തെല്ലാം കാര്യങ്ങൾക്ക് ഉപയോഗിക്കാതിരുന്നോ ഇപ്പോൾ അതിനൊക്കെയാണ് ഹെലികോപ്റ്റർ ഉപയോഗിക്കുന്നതെന്ന് രാജീവ് കുറ്റപ്പെടുത്തി. ഇന്നലെ പറഞ്ഞത് എന്ത് എന്ന് ഓരോ കാര്യം ചെയ്യുമ്പോഴും സ്വയം ഒന്ന് ആലോചിക്കുന്നത് നന്നാവുമെന്നും അദ്ദേഹം വിമർശിച്ചു. കാറിൽ പോയാൽ ഉണ്ടാകുന്ന ഇന്ധന ചെലവ് ലാഭിച്ചുവെന്നും പരിഹാസം. മുഖ്യമന്ത്രിക്കെതിരെയുള്ള വിമർശനത്തിന് മുഖ്യമന്ത്രി മറുപടി പറയുമെന്നായിരുന്നു മന്ത്രി PC വിശ്വനാഥന്റെ പ്രതികരണം. മുഖ്യമന്ത്രിയുടെ വിവാദ ഹെലികോപ്റ്റർ യാത്രയെ ന്യായീകരിച്ച മന്ത്രി K മുരളീധരൻ രംഗത്തെത്തി. ഹെലികോപ്റ്റർ യാത്രയൊക്കെ സ്വാഭാവികമാണെന്നും ഇതൊന്നും വിവാദമാക്കേണ്ട കാര്യമില്ല എന്നുമായിരുന്നു പ്രതികരണം. വിദ്യാഭ്യാസം, തൊഴിൽ, സാങ്കേതികവിദ്യ, സംരംഭകത്വം, ഭാവി നിർണ്ണയിക്കുന്ന ഈ 4 മേഖലകളെ ഒരേ വേദിയിൽ ചർച്ച ചെയ്ത് KMCT കൺവേർജ് ഫ്യൂച്ചർ ടെക് സമ്മിറ്റ് വരാനിരിക്കുന്ന വർഷങ്ങൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലഘട്ടമായിരിക്കുമെന്ന് സമ്മിറ്റ് ഉദ്ഘാടനം ചെയ്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. വിദ്യാഭ്യാസ വ്യവസായ സഹകരണം ശക്തിപ്പെടുത്തുകയും വിദ്യാർത്ഥികളുടെ തൊഴിൽ സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ സംഘടിപ്പിച്ച സമ്മേളനത്തിൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 50-ലധികം വിദഗ്ധരാണ് പങ്കെടുത്തത്. വിദ്യാർത്ഥികൾക്ക് മികച്ച തൊഴിൽ സാധ്യതകൾ കേരളത്തിൽ തന്നെ സൃഷ്ടിക്കുന്ന സാഹചര്യം ഒരുക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്നും അതിലൂടെ വിദേശ രാജ്യങ്ങളിലേക്ക് തൊഴിലിനായി പോകേണ്ട സാഹചര്യം കുറയുമെന്നും മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. കാനഡയിലേക്കും ഓസ്ട്രേലിയയിലേക്കും ജർമ്മനിയിലേക്കും യുകെയിലേക്കും പോകണ്ട, കേരളത്തിൽ നിന്നാൽ മതി. കേരളത്തിൽ നിന്നാൽ KMCT ഉൾപ്പെടെയുള്ള കേരളത്തിലെ കോമ്പീറ്റന്റ് ആയിട്ടുള്ള സ്ഥാപനങ്ങൾ പുതിയ അക്കാഡമിക് പ്രോഗ്രാമുകൾ തുടങ്ങി കുട്ടികളെ വിടണം. ലെഗസി യൂണിവേഴ്സിറ്റീസ് വിദേശങ്ങളിൽ നിന്ന് വരും കേരളത്തിൽ പുതിയ കോഴ്സുകളുമായി. അത് പഠിച്ച് പുറത്തിറങ്ങുമ്പോൾ നല്ല ജോലി കിട്ടാനും കൂടി ഇടയാകുന്ന ഒരു സാഹചര്യം.
വ്യവസായ IT, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഫ്യൂച്ചർ ടെക്നോളജീസ് ആൻഡ് സ്റ്റാർട്ടപ്പ് വകുപ്പ് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു. ഇവിടുന്ന് പുറത്തേക്ക് കുട്ടികൾ പോകുന്നത് വെക്കണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവിടുന്ന് കുട്ടികൾ ഇങ്ങോട്ട് വന്ന് പഠിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടാക്കണമെങ്കിൽ എനിക്ക് ഉറപ്പുണ്ട് മൊയ്തു അതുപോലെ തന്നെ നവാസ് അവർക്ക് പുറത്തുനിന്ന് പോലും കുട്ടികൾ കേരളത്തിൽ ഇന്ത്യയിൽ വന്ന് പഠിക്കുന്ന സാഹചര്യം ഉണ്ടാക്കാൻ കഴിയും, KMCTക്ക് കഴിയും എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പോളിസിയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും ഉള്ളത്. ആ നിലയ്ക്ക് തന്നെയാണ് ഞങ്ങൾ ചിന്തിക്കുന്നത്. KMCT ഗ്രൂപ്പ് സ്ഥാപക ചെയർമാൻ ഡോക്ടർ K. മൊയ്തു സ്ഥാപനത്തിന്റെ 2031 വരെയുള്ള വിഷൻ ഡോക്യുമെന്റ് മുഖ്യമന്ത്രിക്ക് കൈമാറി. 2031 വിദ്യാഭ്യാസം, ഗവേഷണം, നൂതന സാങ്കേതിക വിദ്യ, ആരോഗ്യം, സിൽവർ ഇക്കോണമി, സംരംഭകത്വം, തൊഴിൽ തുടങ്ങിയ മേഖലകളിൽ സമഗ്ര വികസന പദ്ധതികളാണ് KMCT വിഭാവനം ചെയ്യുന്നതെന്ന് സ്വാഗത പ്രസംഗത്തിൽ KMCT ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ നവാസ് KM പറഞ്ഞു. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഏറ്റവും മുൻപന്തിയിരിക്കുന്ന ഒരു പ്രസ്ഥാനമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. 8 ക്യാമ്പസുകളിലായി 30ലധികം ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിച്ചുകൊണ്ട് 6ലധികം ഹോസ്പിറ്റലുകൾ സ്ഥാപിച്ചുകൊണ്ട് ഇന്നതിൻ്റെ പ്രവർത്തനം കൂടുതൽ സജീവമായി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഭാവിയുടെ സാങ്കേതിക ലോകത്തിന് ആവശ്യമായ നൈപുണ്യവും തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസവും മുൻനിർത്തി കേരളത്തിന്റെ വിജ്ഞാന സമ്പദ് വ്യവസ്ഥയ്ക്ക് കൂടുതൽ കരുത്തേകുക എന്ന സന്ദേശം കൂടിയാണ് KMCT കൺവെർജ് ഫ്യൂച്ചർ ടെക് സമ്മിറ്റ് പങ്കുവച്ചത്. ന്യൂസ് 18 തിരൂർ. ഓണാഘോഷത്തിന്റെ ഭാഗമായി വമ്പൻ ഓഫറുകളുമായി മൈജി ഫ്യൂച്ചർ. മൈജി ഓണം, മാസ് ഓണം സീസൺ 4ന്റെ പരസ്യചിത്രത്തിന്റെ ആദ്യ പ്രദർശനം കൊച്ചിയിൽ നടന്നു. 30 കോടിയിലധികം രൂപയുടെ സമ്മാനങ്ങളാണ് ഇത്തവണ മൈജി ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിട്ടുള്ളത്. ടൊവിനോ തോമസ്, മഞ്ജു വാര്യർ, ജാസി ഗിഫ്റ്റ് അടക്കമുള്ള വൻ താരനിര അണിനിരന്ന ഓണം പരസ്യചിത്രത്തിന്റെ ആദ്യ പ്രദർശനമാണ് നടന്നത്. ബ്രാൻഡ് അംബാസിഡർമാരായ ടൊവിനോയും മഞ്ജു വാര്യരും ചേർന്ന് മൈജി ഓണം, മാസ് ഓണം സീസൺ 4ന്റെ ലോഗോ അനാച്ഛാദനം ചെയ്തു. ഈ ഓണത്തിന് 30 കോടിയിലധികം രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമാണ് മൈജി ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നതെന്ന് മൈജി ചെയർമാൻ AK ഷാജി. ഈ വർഷവും കേരളം ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത, അല്ലെങ്കിൽ നമ്മളെ ഇൻഡസ്ട്രിയിൽ, ഞങ്ങളെ ഇലക്ട്രോണിക്സ് ഇൻഡസ്ട്രിയിൽ ഇന്ന് വരെ ഒരു ബ്രാൻഡും കൊടുക്കാത്ത അത്രയും വലിയ ഓഫറുകളാണ് ഈ പ്രാവശ്യത്തെ ഓണത്തിന് ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളാണ്. 2500 കോടി രൂപയുടെ വിറ്റുവരവാണ് ഈ ഓണത്തിന് മാത്രം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഇതിൽ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതും ഞങ്ങൾ 45 ദിവസം കൊണ്ടാണ് കസ്റ്റമറിലേക്ക് എത്തിക്കുന്നത്. ഓഗസ്റ്റ് 15-ാം തീയതി ആയിരിക്കും ഫസ്റ്റ് നറുക്കെടുപ്പ്. സെപ്റ്റംബർ 30 ആകുമ്പോഴേക്ക് ഞങ്ങൾ ഫുൾ നറുക്കെടുപ്പ് ഞങ്ങൾ തീർക്കും. അത് കഴിഞ്ഞ് അടുത്ത 45 ദിവസത്തിനുള്ളിൽ ഇത് കസ്റ്റമറിലേക്ക് എത്തിക്കുക. കാത്തിരിക്കേണ്ട എന്നുള്ളതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. സെപ്റ്റംബർ 30 വരെ പർച്ചേസ് ചെയ്യുന്ന കസ്റ്റമേഴ്സിന് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി ഒരു BMW കാർ സ്വന്തമാക്കാം. ഇതിനു പുറമെയാണ് 20 കാറുകളും 25 സ്കൂട്ടറുകളും 50 പേർക്ക് ഇന്റർനാഷണൽ ട്രിപ്പുമടക്കം മറ്റ് ഗംഭീര ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നത്. ഈ സമ്മാനങ്ങൾക്ക് പുറമെ ദേശീയ അന്തർദേശീയ ബ്രാൻഡുകൾ നൽകുന്ന സ്പെഷ്യൽ ഓണം ഓഫറുകളും ഫിനാൻസ് സൗകര്യങ്ങളും മൈജി ഫ്യൂച്ചറിൽ ലഭ്യമാകും. പകൽ വാർത്ത പൂർണ്ണമാകുന്നു. നമസ്കാരം.